നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ് ആൻഡ് അഡ്വഞ്ചർ ഇൻ മഡഗാസ്കർ ഭാഗം 4. തെക്കൻ മഡഗാസ്കറിലെ ആൻഡ്രോയ് എന്ന നാട്ടുരാജ്യത്തിലെ യുദ്ധപ്രഭുവായ മിയവാരയുടെ അടിമയായി കഴിയുന്ന റോബിന്റെ അവസാന പ്രതീക്ഷയായിരുന്നു അയൽ രാജ്യത്തിലെ സാമുവേൽ രാജാവുമായിട്ട് നടന്ന യുദ്ധം. ക്യാപ്റ്റൻ ഡ്രുമോണ്ട് ഉൾപ്പെടെയുള്ളവർ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെയും അവിടെ എത്തിയാൽ തനിക്ക് രക്ഷപ്പെടാമെന്നായിരുന്നു അവന്റെ കണക്കുകൂട്ടലുകൾ. എന്നാൽ കിങ് കിരീന്ദ്ര ഒരു വിഷപ്രയോഗത്തിലൂടെ സാമുവേൽ രാജാവിനെ വധിച്ചതോടെ റോബിൻ ആകെ തകർന്നുപോയി. യുദ്ധം കഴിഞ്ഞതോടെ റോബിന്റെ ജീവിതം വീണ്ടും സാധാരണ നിലയിലേക്ക് നീങ്ങി. മിയവാരയ്ക്ക് ഇപ്പോൾ റോബിനിൽ തീരെ വിശ്വാസമില്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ റോബിനെയും മറ്റ് കുറച്ച് അടിമകളെയും ഗ്രാമത്തിൽ നിന്നും അകലെയുള്ള തോട്ടങ്ങൾ നോക്കാനായിട്ട് അയാൾ പറഞ്ഞയച്ചു. ഗ്രാമത്തിൽ നിന്നും ഏകദേശം 5 മൈലോളം ദൂരെയായിരുന്നു അയാളുടെ കൃഷിഭൂമികൾ. ദേഷ്യം കൊണ്ടാവാം മാസങ്ങളോളം റോബിനെ കാണാനോ അന്വേഷിക്കുവാനോ ഒന്നും അയാൾ ചെന്നതേയില്ല. ഭക്ഷണത്തിനും മറ്റുമുള്ള മാർഗം റോബിനും അവന്റെ കൂട്ടുകാരും തനിയെ തന്നെ കണ്ടെത്തണമായിരുന്നു. അതിനായി അവര് പകലുള്ള ജോലികൾ നേരത്തെ തീർത്തിട്ട് അടുത്തുള്ള വനത്തിലേക്ക് പോകും. അവിടെ നിന്നും ഭക്ഷണയോഗ്യമായിട്ടുള്ള കിഴങ്ങുകൾ കണ്ടെത്തി പറിച്ച് ഒരു വിധത്തിൽ രാത്രി തിരികെ എത്തും. ചിലപ്പോൾ ഒരു നേരത്തേക്കുള്ള വക പോലും അവർക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അതിനാൽ കൂടുതൽ കിഴങ്ങുകൾ കിട്ടുന്ന ദിവസം അതിൽ കുറച്ച് കിഴങ്ങുകൾ വരുന്ന ദിവസങ്ങളിലേക്ക് മാറ്റി വയ്ക്കുവാനായിട്ട് അവർ തുടങ്ങി. സത്യത്തിൽ ജീവൻ നിലനിർത്തുവാനായിട്ട് റോബിൻ നന്നെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എങ്കിലും ആ ജീവിതം അവൻ നന്നായിട്ട് തന്നെ ആസ്വദിച്ചു. കാരണം കൃഷിയും തേനുൽപാദനവും റോബിൻ നന്നായിട്ട് വശമാക്കി. ഇതിനായിട്ട് പക്ഷേ പലപ്പോഴും രാവും പകലും പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. പുതിയ കൃഷിസ്ഥലങ്ങൾ കണ്ടെത്തുമ്പോൾ അവിടെയുള്ള കളകൾ പറിച്ച് ചുട്ടുകളയാനാണ് ഏറ്റവും പ്രയാസം. പലവിധ കൃഷികൾ നടത്തി നോക്കിയെങ്കിലും ഉരുളക്കിഴങ്ങ് കൃഷിയായിരുന്നു റോബിന് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന പണിയായിട്ട് തോന്നിയത്. അതുള്ളത് കാരണം ഭക്ഷണത്തിനായിട്ട് കാട്ടുകിഴങ്ങുകൾ തപ്പിപ്പോകേണ്ട ഗതികേട് പിന്നീട് ഇവനുണ്ടായിട്ടില്ല. ദ്വീപിലെ ഏറ്റവും ലാഭകരമായ പണി തേൻ ഉൽപാദനമാണ്. ലക്ഷക്കണക്കിന് ഗ്യാലൻ തേനാണ് വർഷാവർഷം ഇവിടെ നിന്നും കിട്ടുന്നത്. തേനീച്ചകൾ കൂടുണ്ടാക്കുന്ന കൂറ്റൻ മരങ്ങളുടെ ശിഖരങ്ങളുടെ പൊത്തിന് കീഴെ തുളയുണ്ടാക്കിയിട്ട് അതിലൂടെ തേൻ വലിച്ചെടുത്താണ് ഇവരിത് സംഭരിച്ചിരുന്നത്. ഇത്തരം 200ഓളം കൂടുകൾ റോബിൻ നോക്കുന്ന തോട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ചിലപ്പോഴും മറ്റ് തോട്ടക്കാർ ഇത് മോഷ്ടിക്കുന്നതും ഇവിടെ പതിവായിരുന്നു. ഒരിക്കല് തേൻ മോഷ്ടിച്ച ഒരു ചെറുക്കനെ അവന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ചെന്ന് റോബിൻ പിടികൂടി. അവസാനം അവന്റെ അച്ഛൻ റോബിനോട് ക്ഷമ ചോദിച്ചതോടെ റോബിൻ അവനെ വെറുതെ വിടുകയാണ് ചെയ്തത്. ഇതിനിടയ്ക്ക് അനേകം ചെറു പോരാട്ടങ്ങൾക്കും റോബിൻ സാക്ഷിയായി. ഈ ദ്വീപിലെ ഏറ്റവും വലിയ കുറ്റകൃത്യമായിട്ടുള്ള മോഷണം തന്നെയായിരുന്നു സകല ആക്രമണങ്ങൾക്കും മൂലഹേതു. തേനും കന്നുകാലിയുമാണ് ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെടുന്ന വസ്തുക്കൾ. എന്നാൽ ഇപ്പോൾ കുറെ കാലമായിട്ട് പുതിയ വാർത്തകളൊന്നും റോബിന്റെ ചെവിയിൽ എത്തുന്നില്ല. മറ്റൊരു വെള്ളക്കാരനെ അവൻ നേർക്കുനേർ കണ്ടിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു. നാടിനെയും മാതാപിതാക്കളെയും ഓർക്കാതെ ഒരു രാത്രി പോലും കിടന്നുറങ്ങാനായിട്ട് റോബിന് കഴിഞ്ഞില്ല. പക്ഷെ പല മുഖങ്ങളും ഇപ്പോൾ മനസ്സിൽ അവ്യക്തമായിട്ട് തുടങ്ങി. അവൻ ഇപ്പോൾ ഇവിടുത്തെ ഭാഷ അറിയാം, കുഴഞ്ഞു മറിഞ്ഞ സംസ്കാരവും ജീവിത രീതികളും ഏറെക്കുറെ മനസ്സിലാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അതെ, റോബിൻ സാവധാനം ദ്വീപിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ലോകത്തിന്റെ പല ഭാഗത്തുള്ള കഥകളും അറിവുകളും ഒക്കെ കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയും അതുവഴിയുള്ള പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ജീവിതം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ അറിവിന്റെ ഒപ്പം സാമ്പത്തിക ഉന്നമനം കൂടി ഉണ്ടാവണം. അതുകൊണ്ടാണ് അധ്വാനിച്ചുണ്ടാകുന്ന പണം കുറച്ചെങ്കിലും വളർച്ചയുള്ള നല്ല സ്ഥലങ്ങൾ നോക്കി നിക്ഷേപിക്കണമെന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് നിക്ഷേപിക്കുന്ന പണം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട്, അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഒരു രൂപ പോലും മച്യൂരിറ്റിയിൽ നഷ്ടപ്പെടാതെ തിരികെ കിട്ടുന്ന രീതിയിൽ ടാക്സ് ഇളവോടെ തന്നെ നിക്ഷേപിക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്കും മെറ്റ് ലൈഫും ചേർന്നുള്ള PNB മെറ്റ് ലൈഫാണ് ഈ ഒരു അവസരം ഒരുക്കുന്നത്. അവരുടെ NFO ആയ PNB മെറ്റ് ലൈഫ് വാല്യൂ ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഇതിന്റെ NAV വില 10 രൂപയാണ്. പക്ഷേ ജൂലൈ 27-ാം തീയതി വരെ ഈ NFOയിൽ നിക്ഷേപിക്കാനായിട്ട് അവസരമുള്ളൂ. ഇതിലേക്കുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. ഈ NFOയിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ എക്വിറ്റീസിലും, മാർക്കറ്റ് വീക്ക് ആയിരിക്കുമ്പോൾ പണത്തിന്റെ ഒരു ഭാഗം എക്വിറ്റീസിലും ഒരു ഭാഗം ഡെപ്റ്റിലും നിക്ഷേപിക്കുന്നു. ആയതിനാൽ റിസ്ക് കുറച്ച് നല്ല റിട്ടേൺ സാധ്യതയോടെ നമുക്ക് നിക്ഷേപിക്കാം. ബാങ്കുകളൊക്കെ 5-6% മാത്രം നൽകിയപ്പോൾ 2018 ഇവർ ലോഞ്ച് ചെയ്ത മിഡ് ക്യാപ്പ് ഫണ്ട് കഴിഞ്ഞ 5 വർഷം 34.5% CAGR റിട്ടേൺസും തുടക്കം മുതൽക്ക് 22.1% CAGR റിട്ടേൺസും നൽകുന്നുണ്ട്. ഈ NFOയിൽ നമ്മളെ കൊണ്ടാകാവുന്നത്ര എത്ര വലിയ തുക വേണമെങ്കിലും നിക്ഷേപിക്കാം. പിന്നെ നിങ്ങൾക്കിതിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട്, അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം മച്യൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നിക്ഷേപിക്കാവുന്നതാണ്. നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവറും ഇതിനോടൊപ്പം ലഭിക്കും. വർഷത്തിൽ 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല. NRI ആയിട്ടുള്ള ആളുകൾ മാസം ഒരു 18,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ 2 കോടി വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കണ്ട, ഈ NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഈ ജൂലൈ 27 വരെയാണ്. ഇനി 4 ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. പിന്നെ ഒരു നിക്ഷേപത്തെയും നമ്മുടെ അത്യാഗ്രഹത്തോടെ മാത്രം സമീപിക്കരുത്. എല്ലാത്തിനെയും കുറിച്ച് വായിച്ചും പഠിച്ചും സംശയങ്ങൾ ചോദിച്ചും അറിഞ്ഞും വേണം നിക്ഷേപിക്കുവാനായിട്ട്.
ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മലയാളത്തിൽ തന്നെ നേരിട്ട് സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് അവരുടെ ഏജന്റ് നേരിട്ട് വീട്ടിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ സംശയങ്ങളെല്ലാം തീർത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം നിക്ഷേപിച്ചാൽ മതി. പക്ഷേ ഇങ്ങനെ ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് അറിയാതെ പോകണ്ട. ഇതിലേക്കുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇതിനിടയിൽ രസകരമായിട്ടുള്ള ഒരു സംഭവം നടന്നു. നമ്മുടെ ഈ ദ്വീപിൽ ഊര് തണ്ടി നടക്കുന്ന ചില മന്ത്രവാദികളുണ്ട്. ഒമാസി എന്ന കൂടോത്രക്കാരെ കുറിച്ചിട്ട് മുമ്പത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ആളുകൾക്ക് വേണ്ടിയിട്ട് കൂടോത്രം, ശത്രു സംഹാരം തുടങ്ങിയ പണികൾ ചെയ്യുന്ന ആളുകളാണ് ഇത്. ഇതുപോലൊരു മന്ത്രവാദിയുടെ സഹായത്തോടെയാണല്ലോ കാളയിറച്ചിയിൽ വിഷം കലർത്തിയിട്ട് കിരീന്ദ്ര ഈ കിങ് സാമുവലിനെ ചതിച്ച് കൊലപ്പെടുത്തിയത്. അങ്ങനെ ഇരിക്കെ ഇത്തരം ഒരു മന്ത്രവാദി നമ്മുടെ ഈ റോബിന്റെ യജമാനനായിട്ടുള്ള മിയവാരയുടെ അരികിലും എത്തിച്ചേർന്നു. ആ ഇടയ്ക്ക് ഇവരുടെ തേനടകൾ മോഷണം പോകുന്ന പതിവുണ്ടായിരുന്നു. ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കുവാനായിട്ട് മിയവാരോ ഈ വന്ന മന്ത്രവാദിയോട് ആവശ്യപ്പെട്ടു. 2 കാലുകളും 2 കിടാക്കളുമായിരുന്നു പ്രതിഫലമായിട്ട് നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ അയാൾ ഒരു പരിഹാരം നിർദ്ദേശിച്ചു. ഒരു പ്രത്യേകതരം ചെടിയുടെ 2 ദിശകളിലേക്ക് പോകുന്ന വേര് കണ്ടെടുത്തിട്ട് ഇടിച്ചു പിഴിഞ്ഞ് നീരാക്കി തേനിന്റെ അടകളിൽ പുരട്ടുക. ഇതറിയാതെ അത് മോഷ്ടിച്ച് കഴിക്കുന്നവർ 6 ദിവസങ്ങൾക്കുള്ളിൽ ജ്വരം ബാധിച്ച് മരണമടയും. ഈ ഒരു പരിഹാരം എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പക്ഷെ കൂടുതൽ മരണങ്ങൾ ഒഴിവാക്കാനായിട്ട് ഈ മരുന്നിന്റെ പ്രവർത്തനം ഒരാളിൽ പരീക്ഷിക്കണം. ഇത് കാണുന്നതോടെ, ഇയാളിൽ ഈ മരുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണുന്നതോടെ മറ്റുള്ള ആളുകൾ ഭയന്ന് പിന്നെ ഈ വഴി വരില്ല. അതായത് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കണം. തേനടകൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഭയന്നിട്ട് പിന്നീട് ആരും തേനടകൾ മോഷ്ടിക്കുകയുമില്ല. പരീക്ഷണം നടത്തുന്ന ആളെ രക്ഷിക്കാനായിട്ടൊരു വഴിയുണ്ട്. അത് ഇവരുടെ ആളാണല്ലോ ഈ പരീക്ഷണത്തിന് വിധേയനാകുന്നത്. അതേ മരത്തിന് തന്നെ എതിർ ദിശകളിലേക്ക് പോകുന്ന വേരുകൾ കഴിച്ചാൽ മതി. പക്ഷെ അത് രഹസ്യമായിട്ട് വെക്കണം. ഈ നിർദ്ദേശം നമ്മുടെ റോബിനാണ് വളരെയധികം ഇഷ്ടപ്പെട്ടത്. പരീക്ഷണ വസ്തുവായിട്ട് ആരും മുന്നോട്ട് വരാൻ തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ അവൻ തന്നെ അത് കഴിക്കാമെന്ന് മിയവാരയെ അറിയിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് റോബിൻ ഇതിനെ കരുതിയത്. ഇവർ ഈ പറയുന്ന ചെടിയെ ഓയവോസി എന്ന ഇനം ചെടിയാവാനാണ് സാധ്യത. വെളുത്തത്, വൃത്തിയുള്ളത് എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. നമ്മുടെ പേരയുടെ തടി പോലെയാണ് ഇതിന്റെയും തടിയിരിക്കുന്നത്. തൊലിയൊക്കെ പൊളിഞ്ഞിട്ട് വെളുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കാട്ടിൽ പെട്ടെന്ന് ഇതിനെ കണ്ടെത്തുവാനായിട്ട് എളുപ്പമാണ്. ഇതിന്റെ ഇലകൾ ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മുടെ ചായ പോലെ കുടിക്കുകയൊക്കെ ചെയ്യാം. ഇത് പനിക്കുള്ള ഔഷധമായിട്ടൊക്കെ മഡഗാസ്കറിലും മൗറീഷ്യസിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ഈ മന്ത്രവാദി കൊടുത്ത മരുന്ന് റോബിൻ അങ്ങ് കഴിച്ചു. ഒന്നും സംഭവിക്കില്ല എന്ന് റോബിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഈ ഉറപ്പ് റോബിൻ എവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്കറിയില്ല. കുറച്ച് മണിക്കൂറിൽ കഴിഞ്ഞപ്പോഴേക്കും തനിക്ക് പനി കൂടിയതായിട്ട് അവൻ അഭിനയിച്ചു. വയറ് വീർത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ വീർത്ത് കാണാൻ വേണ്ടിയിട്ട് ആരും കാണാതെ കുറേയേറെ പശുവിൻ്റെ പാല് റോബിൻ മുൻപേ തന്നെ അകത്താക്കിയിട്ടുണ്ടായിരുന്നു. പാല് കുടിച്ച് വീർത്ത അവന്റെ വയറ് കണ്ടിട്ട് വിഷം ഏറ്റതായിട്ട് തന്നെ എല്ലാവരും കരുതി. മരുന്നിന്റെ പ്രവർത്തനം കാണാനായിട്ട് ആളുകൾ അങ്ങോട്ടേക്ക് തടിച്ചുകൂടി. നാട്ടുകാർ റോബിന്റെ അഭിനയം കണ്ടിട്ട് ശരിക്കും ഭയപ്പെട്ടു. ഉടൻ തന്നെ മന്ത്രവാദി വന്നിട്ട് അവന് മറുമരുന്ന് കൊടുക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഭേദമായതായിട്ട് റോബിൻ ആളുകളെ അറിയിച്ചു. ഇതെല്ലാം അവൻ അഭിനയിച്ചതാണ്. ശരിക്കും ഈ ഒരു മരുന്നുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഇത് കണ്ട് സന്തോഷം കൊണ്ട് മതി പറഞ്ഞ നമ്മുടെ മിയാവാര അപ്പോൾ തന്നെ 2 കന്നുകാലികളെ അവന് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. അതുതന്നെയാണ് അവൻ ആഗ്രഹിച്ചിരുന്നത്. റോബിൻ ഇപ്പോൾ ധനികനാണ്. സ്വന്തമായിട്ട് കന്നുകാലികളും പാലും തോട്ടവും ഒക്കെ ഉള്ള ഒരാള്. എന്തായാലും പിന്നീട് അവരുടെ തേൻകൂടുകൾ മോഷണം പോയില്ല. റോബിന്റെ അഭിനയം അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. പേടിച്ചു പോയ നാട്ടുകാർ റോബിന്റെ തേൻകൂടുകൾ പ്രത്യേകം അടയാളപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുക പോലും ചെയ്തു. കാരണം അറിയാതെ പോലും അത് മോഷ്ടിക്കപ്പെടുവാൻ പാടില്ല. റോബിൻ വെളുത്ത ചായം പൂശിയ ഒരു വടി അവന്റെ തേൻകൂടുകളിൽ സ്ഥാപിച്ചു. പിന്നീട് അവരുടെ കൂടുകളുടെ സമീപം വരാൻ പോലും ആളുകൾക്ക് ഭയമായിരുന്നു. മന്ത്രവാദവും അന്ധവിശ്വാസങ്ങളും ദ്വീപിലെ ആളുകളുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. എന്നാൽ തലച്ചോറുള്ളവർക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഇവിടെ ജീവിക്കാനും സാധിക്കും. അങ്ങനെ തേനും കൃഷികളും നോക്കി 3 കൊല്ലങ്ങളോളം നമ്മുടെ റോബിന് അവിടെ ജീവിച്ചു. കൃഷിപ്പണികൾ കട്ടിയേറിയതായിരുന്നുവെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവന് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മിയാവാരോ അവനെ കാണുവാനായിട്ട് തോട്ടത്തിൽ എത്തിച്ചേർന്നു. ഇനി മുതൽ റോബിൻ കൃഷികളും തേനും നോക്കി നടത്തണ്ട എന്നും തിരികെ വന്ന് പഴയതുപോലെ കാലികളെ നോക്കണമെന്നും അയാൾ അവനോട് നിർദ്ദേശിച്ചു. സത്യത്തിൽ കാലിനോട്ടമായിരുന്നു കുറച്ചുകൂടി എളുപ്പമുള്ള പണി. പക്ഷെ റോബിൻ ഇത്രയും നാളുകളായിട്ട് കൃഷിപ്പണികൾ ചെയ്ത് ശീലിച്ചു വന്നതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിച്ചു പോകാനായിട്ട് അവന് മനസ്സ് വന്നില്ല. തന്റെ ഈ ബുദ്ധിമുട്ട് അവൻ മിയവാരയെ ഈ യജമാനനെ അറിയിച്ചു. എന്നാൽ ഇവിടുത്തെ ജീവിതം വെറും കൃഷിപ്പണി മാത്രമല്ല എന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും അയാൾ പറഞ്ഞു. മാത്രമല്ല ഇപ്പോൾ തേൻകൂടുകൾക്ക് കാവലിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആ വിഷവും മന്ത്രവാദിയൊക്കെ പേടിച്ചിട്ട് ആരും ആ വഴി വരുന്നത് പോലുമില്ല. അതും പോരാഞ്ഞിട്ട് നമ്മുടെ ഈ റോബിന് അടിമയാണെങ്കിലും ഇവന് സ്വന്തമായിട്ട് ഇപ്പോൾ കന്നുകാലികളുണ്ട്. അതും കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അവറ്റകളെ അവൻ തന്നെയല്ലേ നോക്കേണ്ടത്. ഇത്രയും കേട്ടതോടെ റോബിന് ഇവിടം വിട്ടിട്ട് വീണ്ടും കാലിനോട്ടം തന്നെ തുടരാം എന്ന് തന്നെ തീരുമാനമെടുത്തു.
അതൊരു നല്ല തീരുമാനമായിരുന്നു. ഒരു ചെറിയ വീടും കാലികൾക്കായിട്ട് ഒരു തൊഴുത്തും റോബിന് നിർമ്മിച്ചെടുത്തു. പഴയതുപോലെ തന്നെ ഇവർക്ക് വേണ്ടുന്ന വെള്ളം, ജലം വളരെ ദൂരത്തുനിന്ന് തന്നെ കൊണ്ടുവരണമായിരുന്നു. അത് മാത്രമായിരുന്നു ആകെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലി. പക്ഷെ വേറെ മാർഗമൊന്നുമില്ലല്ലോ, എങ്ങനെയും ഇവിടെ ജീവിക്കണം. എങ്ങനെയൊക്കെയാണെങ്കിലും കൂടെയുള്ള മറ്റ് സാധാരണ അടിമകളെക്കാളും എന്തുകൊണ്ടും ഉയർന്ന നിലവാരത്തിലാണല്ലോ താൻ ജീവിക്കുന്നത് എന്നോർത്തിട്ട് റോബിൻ സ്വയം ആശ്വാസം കൊണ്ടു. തമ്മിൽ അടിക്കടി ഉണ്ടാവുന്ന യുദ്ധങ്ങളും ഇതിന്റെ ഇടയിൽ നടക്കുന്ന കാളിമോഷണങ്ങളും ഒക്കെയാണ് ഈ ദ്വീപിന്റെ തീരാശാപം. ഇതിനിടയിൽ തടവുകാരായിട്ട് കിട്ടുന്ന ശത്രുക്കളെ ഇവരെ അടിമകളാക്കി വിൽക്കുകയും ചെയ്യും. സത്യത്തിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ കാര്യം തീരെ കഷ്ടമാണ്. യുദ്ധമില്ലാത്ത അവസരങ്ങളിൽ കാളിമോഷണമാണ് ഇവിടുത്തുകാരുടെ പ്രധാന കലാപരിപാടി. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരാൾ തൻ്റെ സ്വന്തം കന്നുകാലികളെ ഒരിക്കലും ഭക്ഷിക്കില്ല. മാംസം കഴിക്കണമെന്ന് തോന്നുമ്പോൾ വേറെ ആളുകളുടെ കാളയെ അവൻ മോഷ്ടിക്കും. എന്തിന്, നമ്മുടെ റോബിന്റെ യജമാനൻ മിയോവാര പോലും അതാണ് ചെയ്യുന്നത്. അതിനെ തുടർന്നുണ്ടാകുന്ന കലാപങ്ങളൊക്കെ ഇവർക്ക് നിസാര കാര്യങ്ങളാണ്. ചിലപ്പോൾ കുടുംബാംഗങ്ങളുടെ ജീവൻ വരെയും ഈ ഒരു നിസാര കാര്യത്തിന് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തേണ്ടി വന്നേക്കാം. ഒരു ദിവസം റോബിനും കൂട്ടുകാരും കാലികളെയും തെളിച്ചുകൊണ്ട് 5-6 മൈൽ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ ധാരാളം വെള്ളം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ കാലികൾ ആവശ്യത്തിന് കുടിക്കുകയും ചെയ്തു. വൈകുന്നേരം അവർ അവറ്റകളെയും തെളിച്ചുകൊണ്ട് വീടുകളിലേക്ക് മടങ്ങിയായിരുന്നു. അപ്പോഴാണ് എന്തോ ശബ്ദം കേട്ടിട്ട് മുന്നിലുണ്ടായിരുന്ന കാലികൾ വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങിയത്. തങ്ങളുടെ കിടാങ്ങൾക്ക് പാൽ കൊടുക്കുവാനും വേണ്ടിയിട്ട് ഓടിപ്പോകുന്നതാണ് എന്നാണ് റോബിൻ ആദ്യം കരുതിയത്. ഓടിപ്പോയി അവറ്റകളെ തടയുവാൻ തന്നെ അവൻ മുന്നോട്ട് കുതിച്ചു. പെട്ടെന്നാണ് പുറകില് വലിയൊരു വെടിയൊച്ച അവൻ കേട്ടത്. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു കൂട്ടം ആളുകൾ അവരുടെ കാലുകളെ മറ്റൊരു ദിശയിലേക്ക് ഓടിച്ചു മാറ്റുന്നതാണ് ഈ റോബിൻ കണ്ടത്. അവർക്ക് നേരെ റോബിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വെടിവെച്ച ശബ്ദമാണ് ഇപ്പോഴും കേട്ടത്. റോബിൻ വേറൊന്നും ആലോചിച്ചില്ല. നേരെ യജമാനന്റെ അരികിലേക്ക്, ഈ മിയവാരയുടെ അരികിലേക്ക് അതിവേഗത്തിൽ പാഞ്ഞു. ആകെ അണച്ച് പരവശനായിട്ട് അവിടെ എത്തിയ അവൻ ഒരു കൂട്ടം ആളുകൾ തങ്ങളെ ആക്രമിച്ചെന്നും നമ്മുടെ ആളുകൾ വെടിവെച്ചിട്ട് അതിലൊരാളെ കൊന്നെന്നും ഒരു വിധത്തിൽ മിയവാരയെ പറഞ്ഞു കേൾപ്പിച്ചു. അവനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ വേറെ 2-3 പേർ കൂടി അവിടേക്ക് പാഞ്ഞെത്തി. അവരെ ആക്രമിച്ചത് നമ്മുടെ കിരീന്ദ്ര രാജാവിന്റെ 2 മക്കളായിട്ടുള്ള ചാഹരിയും ഫ്രുക്കയും ചേർന്നിട്ടാണ് എന്ന് അവർ മിയവാരോട് പറഞ്ഞു. മുമ്പ് എപ്പോഴോ യുവന്മാരുടെ കാലികളെ ഈ മിയവാരം മോഷ്ടിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതികാരം ചെയ്തതാണ് ഇപ്പോഴും. രംഗം ആകെ അങ്ങ് വഷളായി. കാലികൾ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ സ്ത്രീകൾ ഉച്ചത്തിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങി. ഇത് കേട്ടതോടെ മിയവാരയും കൂട്ടരും ഉടൻ തന്നെ ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞു. റോബിനും കൂട്ടുകാരും അവരുടെ പുറകെ തന്നെ ഓടി. മോഷ്ടിക്കപ്പെട്ട കാലികളിൽ റോബിന്റെ പശുക്കളും ഉണ്ടായിരുന്നു. റോബിൻ കാലികളെ വെള്ളം കുടിക്കുവാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ സ്ഥലത്തിനടുത്തായിരുന്നു ഈ കിരീന്ദ്രയുടെ ഒരു മകനായിട്ടുള്ള, മുമ്പ് പറഞ്ഞ 2 പേരിൽ ഒരാളായിട്ടുള്ള ഫ്രുക്കെ താമസിച്ചിരുന്നത്. എന്നാൽ മോഷ്ടിച്ച കാലികളെ അയാൾ കുറച്ചുകൂടി വടക്ക് മാറി താമസിക്കുന്ന മറ്റൊരു സഹോദരനായിട്ടുള്ള കിരീന്ദ്രയുടെ മറ്റൊരു മകനായിട്ടുള്ള ചാഹരിയുടെ അരികിലേക്കാണ് കൊണ്ടുപോയത്. കാലികൾ പോയ ദേഷ്യത്തിലും കുറ്റക്കാരെ കണ്ടെത്തണമെന്നുള്ള അതിയായ ആഗ്രഹത്തിലും മിയവാരയും കൂട്ടരും ശരവേഗത്തിലാണ് മോഷ്ടാക്കളുടെ പുറകെ പാഞ്ഞത്. കാര്യങ്ങളെല്ലാം വളരെ വേഗം നടന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ വിളിക്കാനായിട്ടും വിവരം അറിയിക്കാനൊന്നും ഇവർക്ക് പറ്റിയില്ല. അതിനാൽ തന്നെ മിയവാരയുടെ ആളുകൾ വളരെ വേഗം ചാഹരിയുടെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നെങ്കിലും ഇവർ എണ്ണത്തിൽ കുറവായിരുന്നുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ആക്രമണത്തിന് അവർ മുതിർന്നില്ല. ശത്രുക്കൾ അവരുടെ ഗ്രാമത്തിൽ നിന്നും 5-6 മൈൽ മാറിയുള്ള ഒരു സ്ഥലത്താണ് കാലികളെ സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരം പാതിരാവാകുന്നതുവരെയും സകലരും അനക്കമുണ്ടാക്കാതെ പല സ്ഥലങ്ങളിലായിട്ട് പതുങ്ങിയിരുന്നു. കാവൽക്കാർ ഉറക്കമായി ഒന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവർ സാവധാനം ശബ്ദമുണ്ടാക്കാതെ ചെന്നിട്ട് കാലുകളെ അഴിച്ചെടുത്ത് അതിവേഗം ഗ്രാമത്തിലേക്ക് തിരിച്ചു നടന്നു. എന്നാൽ പ്രഭാതം വരെയും അവർ പിന്തുടർന്നു വരുന്നുണ്ടോ എന്ന് സസൂക്ഷ്മം അവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മിയവാരയും റോബിനും തങ്ങളുടെ കാലുകളുടെ കൂട്ടത്തിൽ ശത്രുക്കളുടെ കാലുകളെ കൂടി അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണല്ലോ ഇവന്മാരുടെ പ്രധാന പരിപാടി, മോഷണം. എല്ലാം കൂടി ഏകദേശം 500-ലധികം കാലുകളെയാണ് അവർ അന്ന് രാത്രിയിൽ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നത്. ശേഷം മിയവാരയും കൂട്ടരും പിടിച്ചെടുത്ത കാലുകളെ വീതം വെക്കുകയും സന്തോഷ സൂചകമായിട്ട് കുറച്ച് കാളകളെ അറുത്ത് ഭക്ഷിക്കുകയും ചെയ്തു. കൂട്ടത്തിൽ റോബിനും അവന്റെ വിഹിതം ലഭിച്ചു. പിറ്റേ ദിവസം പതിവ് പോലെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ മിയവാരോ റോബിനെ കാലുകളെ നോക്കുവാനായിട്ട് പറഞ്ഞയക്കുകയും ചെയ്തു. ഇതേ സമയം മറ്റുള്ളവർ ഗ്രാമം കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. കാരണം ഈ കിരീന്ദ്രന്റെ മക്കൾ ഉടൻ തന്നെ തിരിച്ചാക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും രാത്രി പോയിട്ട് ഈ സ്വന്തം പശുക്കളെ എടുത്തുകൊണ്ട് വരുന്ന കൂട്ടത്തിൽ തന്നെ അവരുടെ പശുക്കളെ മോഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ പിന്നെ മിണ്ടാതിരിക്കണ്ടേ. പക്ഷെ മൗനം പാലിക്കുന്നതിന് പകരം ശത്രുക്കളെ കൂടുതൽ പ്രകോപിതരാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ മിയവാര ശ്രമിക്കുന്നത്. ഇയാളൊരു വഴക്കാളിയായിട്ടുള്ള ഒരാളാണ്. അവരുടെ ആക്രമണത്തെ, ഈ ശത്രുക്കളുടെ ആക്രമണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതിരോധത്തിൽ ഊന്നിയിട്ട് തന്റെ ഗ്രാമത്തിലിരിക്കുന്നതിന് പകരം അയാൾ വീണ്ടും ആളുകളെ കൂട്ടിയിട്ട് ശത്രുക്കളുടെ കാലുകളെ മോഷ്ടിക്കുവാൻ പോവുകയാണ് ചെയ്തത്. അത്യാഗ്രഹം. പക്ഷേ ഇതേ സമയം തന്റെ കാലുകളും ഗ്രാമവും കാവൽക്കാരില്ലാതെ കിടക്കുകയാണെന്നുള്ള സത്യം അയാൾ ഓർത്തതേയില്ല. മിയവാരയും കൂട്ടരും അപ്രതീക്ഷിത ആക്രമണത്തിനായിട്ട് പോയ ആ രാത്രി കഴിഞ്ഞ് പിറ്റേ പ്രഭാതത്തിൽ റോബിനും കൂട്ടരും കാലുകളെയും തെളിച്ചുകൊണ്ട് പോകുന്ന വേളയിൽ പൊടുന്നനെ ഈ ശത്രുക്കൾ വീണ്ടും ആക്രമിച്ചു. ഒരു കൂട്ടം സിംഹങ്ങൾ ഇരയെ ആക്രമിക്കുന്ന പോലെ അനേകം ആളുകൾ തൊട്ടടുത്തുള്ള കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും ഇവരുടെ മുകളിലേക്ക് ചാടി വീഴുകയാണ് ഉണ്ടായത്. ഗത്യന്തരമില്ലാതെ റോബിനും മറ്റ് കാലിനോട്ടക്കാരും എങ്ങോട്ടൊന്നുമില്ലാതെ ചിതറി ഓടി. റോബിൻ ഓടി ഒരു കാട്ടിൽ കയറി ഒളിച്ചിരുന്നു. എന്നാലും മറ്റുള്ളവരെയും കാലുകളെയും ശത്രുക്കൾ പിടികൂടുകയും
അവരെ തടവുകാരായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഇവൻ അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു. അവർ പോയെന്ന് ഉറപ്പായ ശേഷം റോബിൻ സാവധാനം പുറത്തിറങ്ങി ഗ്രാമത്തിലേക്ക് ഓടിച്ചെന്നു. റോബിന്റെ ഈ ആദ്യ പിടിച്ചുള്ള വരവ് കണ്ടതോടെ സ്ത്രീകൾ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഒച്ച വെച്ചുകൊണ്ട് ചുറ്റിനും ഓടിക്കൂടി. അവൻ അവരോട് ഒരു വിധത്തിൽ നടന്നതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. അവരാകട്ടെ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ വിവരക്കേട് ഓർത്തിട്ട് അലറുകയും പരിതപിക്കുകയും ഒക്കെ ചെയ്തു. മിയവാരുടെയും കൂട്ടരുടെയും നീക്കങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ചറിഞ്ഞ ശേഷമാണ് ഈ ശത്രുക്കൾ ആണുങ്ങളില്ലാത്ത സമയം കണ്ടുപിടിച്ച് ഈ ആക്രമണം നടത്തിയത്. സ്വന്തം ഗ്രാമം ഇതുപോലെ കാവൽക്കാരില്ലാതെ ആണുങ്ങളില്ലാതെ ഇട്ടിട്ട് പോയത് മിയോവാര കാണിച്ച വലിയൊരു അബദ്ധം തന്നെയായിരുന്നു. വൈകുന്നേരത്തോടെ മിയോവാരയും കൂട്ടരും മടങ്ങിയെത്തി. റോബിൻ രാവിലെ നടന്ന സംഭവങ്ങളൊക്കെയും അവരെ വിവരിച്ച് കേൾപ്പിച്ചു. ഇത് കേട്ടതോടെ മിയോവാര ഉൾപ്പെടെ വന്നവർക്കെല്ലാം ആകെ നിരാശയായി. കാരണം ഇവരുടെ ദൗത്യവും ഇതുപോലെ തന്നെ വൻ പരാജയമായിരുന്നു. അത് രാവിലെ തന്നെ ശത്രുക്കളുടെ പാളയത്തിലെത്തിയ മിയോവാരയും കൂട്ടരെയും കാലുകൾക്ക് പകരം എതിരേറ്റത് ശത്രു സൈനികരായിരുന്നു. നേർക്ക് നേർ കണ്ടതോടെ ഇരു കൂട്ടരും പരസ്പരം ചീത്ത വിളിക്കാണ്ട് തുടങ്ങി. നീയാണ് ആദ്യം തുടങ്ങി വെച്ചത്, നീ കാരണമാണ് ഇത് സംഭവിച്ചത്. ഈ രീതിയിൽ ഒച്ച വെച്ചുകൊണ്ട് അവർ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഴിചാരി. ഇതിനിടെ കലിമൂത്ത മിയാവാര വെടിവെക്കുകയും ചെയ്തു. തുടർന്ന് പരസ്പരം കാര്യമായിട്ട് വെടിവെപ്പ് നടന്നെങ്കിലും ആളപായമൊന്നും സംഭവിച്ചില്ല. ഇതിനിടെ ഇരു കൂട്ടരുടെയും ഒരു ബന്ധു സമാധാനത്തിനായിട്ട് ഇരുവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. അതോടുകൂടിയിട്ട് മിയാവാരോ ഈ ഒരു അറ്റാക്കിൽ നിന്ന് ആക്രമണത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. എന്നാൽ ഈ ബന്ധു ഇടയിൽ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കൂടി താൻ കടത്തിക്കൊണ്ട് വരുമായിരുന്നു എന്നൊക്കെ ഭീഷണി മുഴക്കാനായിട്ട് മിയാവാരോ മറന്നില്ല. പക്ഷേ അതേസമയം തൻ്റെ സ്വന്തം കാലുകൾ കൂടി ശത്രുക്കളുടെ കയ്യിൽ എത്തിപ്പെട്ടിരുന്ന വിവരം അയാൾ അറിഞ്ഞില്ല എന്ന് മാത്രം. അങ്ങനെ ആകെ നാണം കെട്ടുപോയ മിയാവാരോ 3 ദിവസം കഴിഞ്ഞിട്ട് മറ്റൊരു ആക്രമണത്തിന് പദ്ധതി ഇട്ടു. ഈ അവസരത്തിൽ റോബിനോട് അയാളുടെ കൂടെ വരുന്നോ എന്നൊരു ചോദ്യം അയാൾ ചോദിച്ചു. രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ അവൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗ്രാമത്തിൽ കഴിയുന്നതും അപകടമാണ്. ഇതിലും ഭേദം ഇവരുടെ കൂടെ ചെല്ലുന്നതാണ്. മിയവാരോ റോബിന് ഒരു തോക്കും മറ്റായുധങ്ങളും ഉടൻ തന്നെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരുട്ട് വീണപ്പോൾ തന്നെ ഇവർ എന്തിനും തയ്യാറായിട്ട് യാത്ര തുടങ്ങി. പോകും വഴി ആരും പരസ്പരം സംസാരിച്ചതേയില്ല. ഈ സമയം കിരീന്ദ്രയുടെ മക്കളിൽ ഒരുവനായിട്ടുള്ള ഫ്രൂക്കെ അയാളുടെ ഗ്രാമം ഉപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി വടക്കുള്ള സഹോദരൻ്റെ ഗ്രാമത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഈ മിയവാരോ വരും എന്ന് അയാൾക്കറിയാമായിരുന്നു. തൻ്റെ ഗ്രാമം അത്ര സുരക്ഷിതമല്ല എന്ന് കണ്ടിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. ഇതിൻ്റെ രാത്രിയിൽ പോകുന്ന വഴിയിൽ റോബിൻ്റെ വെളുത്ത ശരീരം തിളങ്ങുന്നത്, അതായത് മറ്റുള്ളവർക്ക് കാണാവുന്ന പരുവത്തിൽ റോബിൻ നീങ്ങുന്നത് അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇത് മറ്റുള്ള ആളുകൾ ശ്രദ്ധിച്ചു. ഇത് അപകടമാണ് എന്ന് മനസ്സിലാക്കിയ അവൻ്റെ ദേഹം മുഴുവനും ചെളി വാരി തേച്ചു പിടിപ്പിച്ചു. ഇപ്പോൾ ഇരുട്ടത്ത് അവനെ ആർക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. പ്രഭാതമാകുന്നതിന് 2 മണിക്കൂറുകൾ മുമ്പ് തന്നെ അവർ ശത്രുക്കളുടെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. മിയവാര ഉടൻ തന്നെ ഈ കൂട്ടത്തിലെ 2 പേരെ ആ ഒരു ഗ്രാമം രഹസ്യമായിട്ട് നോക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. വേലി കൊണ്ടുണ്ടാക്കിയ ശക്തമായ കോട്ടയ്ക്കിടയിൽ ചെറിയ വിടവുകളുണ്ടെന്ന് അവർ കണ്ടെത്തി. ഒന്ന് വലുതും മറ്റേത് ചെറുതും. പെട്ടെന്നുള്ള ആക്രമണവേളകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ മാർഗങ്ങളാണ് അത്. അതിൽ വലിയ വിടവിന് മുന്നിൽ മിയവാര 30 പേരെ കാവലനായിട്ട് നിയോഗിച്ചു. രക്ഷപ്പെട്ട് ഇതുവഴി വരുന്ന സ്ത്രീകളെയും കുട്ടികളെയും പിടികൂടുവാൻ വേണ്ടിയിട്ടാണ് അത്. ബാക്കിയുള്ളവരെ അദ്ദേഹം 3ആയിട്ട് വിഭജിച്ചു. അയാളും സംഘവും രണ്ടാമത്തെ ചെറിയ വിടവ് വഴി അകത്തേക്ക് പോകും. മിയോവാരയും സഹോദരനും റോബിനും അടങ്ങുന്ന ആ സംഘം പ്രധാന വാതിലിന്റെ അരികിൽ കാവൽ നിൽക്കും. 3ാമത്തെ സംഘം ആദ്യത്തെ വിടവ് വഴി ആക്രമിക്കും. ഇതായിരുന്നു പദ്ധതി. പ്രധാന കവാടത്തിന്റെ ഉള്ളിൽ വീണ്ടും മറ്റ് 2 വാതിലുകൾ കൂടി ഉണ്ടായിരുന്നു. എല്ലാം സജ്ജമായി കഴിയുമ്പോഴേക്കും മിയോവാര ഉതിർക്കുന്ന ആദ്യ വെടിശബ്ദമായിരുന്നു അടയാളമായിട്ട് നിശ്ചയിച്ചിരുന്നത്. 3/4 മണിക്കൂറോളം ഇരുട്ടിൽ ശബ്ദമുണ്ടാക്കാതെ പതുങ്ങിയിരുന്ന ശേഷമാണ് ആദ്യത്തെ വെടി പൊട്ടുന്നത് ഇവർ കേട്ടത്. അതോടുകൂടി റോബിനും കൂട്ടരും വാതിൽ വഴി ഇരച്ചകത്തേക്ക് കയറി. അപ്പോഴേക്കും ഗ്രാമത്തിലെ ആണുങ്ങൾ ഞെട്ടി എഴുന്നേറ്റിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും 3ാം വാതിൽ കൊട്ടി അടച്ചിട്ട് ആയുധങ്ങളുമായിട്ട് അവർ പാഞ്ഞെടുക്കുകയും ചെയ്തു. എന്നാലും മിയോവാരയും കൂട്ടരും ശക്തമായിട്ട് ആക്രമിച്ച് അവരെ പുറകിലേക്ക് പിന്തിരിപ്പിച്ചു. എങ്കിലും കുറേ നേരത്തേക്ക് അവർക്ക് കൂടുതൽ മുന്നേറുവാനായിട്ട് സാധിച്ചില്ല. അവസാനം മിയോവാരോ മറ്റേ വിടവ് വഴി ഗ്രാമത്തിന്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞതോടെ ചേർത്ത് നിന്നവർ അകത്തേക്ക് പിന്തിരിഞ്ഞ് ഓടി. അങ്ങനെ നമ്മുടെ റോബിനും കൂട്ടരും വാതിലുകൾ തകർത്തിട്ട് അകത്ത് പ്രവേശിച്ചു. ചുറ്റിനും സ്ത്രീകളുടെ നിലവിളികൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. ഏതൊക്കെയോ രഹസ്യ വഴികളിലൂടെ ആളുകൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കൊള്ളയടിക്കാൻ പാകത്തിൽ ആ ഗ്രാമം നമ്മുടെ ഈ മിയോവാരയ്ക്കും റോബിനും തുറന്നു കിട്ടി. റോബിന് അവിടെ നിന്നും കുറച്ച് പരുത്തി വസ്ത്രങ്ങളും സ്പൂണുകളും ഒക്കെ എടുക്കാനായിട്ട് സാധിച്ചു. ആ സ്ഥലം അവർ പൂർണ്ണമായിട്ടും കൊള്ളയടിച്ചു എന്നതാണ് ശരി. കൂടാതെ അവിടെ നിന്നും ഒട്ടനവധി കാലികളെയും അടിമകളെയും അവർക്ക് ലഭിക്കുകയും ചെയ്തു. ശത്രുവിനെ പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തിയ ശേഷം മിയോവാരോ ഈ കാലികളെ ഗ്രാമത്തിലേക്ക് തിരിച്ചു ഓടിച്ചു വിട്ടു. ഇനി ആരും എതിർക്കുവാനായിട്ട് വരില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ കാലികളെ കൂട്ടിനാളില്ലാതെയാണ് മുൻപേ അഴിച്ചുവിട്ടത്. എന്നാൽ ആ ധാരണ തികച്ചും തെറ്റായിരുന്നു. ഓടിപ്പോയ ശത്രുക്കള് കാട്ടിൽ വീണ്ടും ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അവരാകട്ടെ ഒരവസരത്തിന് വേണ്ടിയിട്ട് ഒളിഞ്ഞിരുന്നിട്ട് ഇവർ കാണിക്കുന്നതൊക്കെ നോക്കുന്നുമുണ്ടായിരുന്നു. കാലികൾ കൂട്ടത്തില് ആളുകളില്ലാതെയാണ് ഗ്രാമത്തിലേക്ക് ഓടിപ്പോകുന്നത് എന്ന് മനസ്സിലാക്കിയ ശത്രുക്കള് ആരും അറിയാതെ കാട്ടിലൂടെ മുന്നേ നടന്നിട്ട് കുറുക്ക് വഴിയെ നടന്നിട്ട് കാലികളെ ദിശ മാറ്റി കാടിന്റെ ഉള്ളിലേക്ക് ഓടിച്ച് കയറ്റിയ ശേഷം അവിടെ ഒളിപ്പിച്ചു വെച്ചു.
കാര്യം പിടികിട്ടിയ മിയവാരെയും കൂട്ടരും കാലികളെ തിരിഞ്ഞ് ശത്രുക്കളെ പിന്തുടർന്ന് വന്നെങ്കിലും ഒരുമിച്ച് കൂടി അവർ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് ചെയ്തത്. ശക്തമായ വെടിവെപ്പിൽ റോബിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കൊല്ലപ്പെട്ടു. ഇതിനു മുമ്പ് അവരുടെ ഗ്രാമം പിടിച്ചെടുക്കാനുള്ള യുദ്ധത്തിൽ മറ്റൊരു 4 പേരെ കൂടി ഇവർക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി നിരാശനായ മിയാവാരോ ഇനിയും മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി. ഇനിയും കൂടുതൽ ആക്രമിക്കാതെ കിട്ടിയ അടിമളയും കൂട്ടിയിട്ട് സ്ഥലം വിടുന്നതാണ് നല്ലതെന്ന് അയാൾ തീരുമാനിച്ചു. ഇങ്ങോട്ട് വന്ന വഴിയെ ഇനി പോകുവാനായിട്ട് സാധ്യമല്ല. വഴി നീളെ ശത്രുക്കൾ പ്രതിരോധം തീർത്തിരിക്കുകയാണ്. മറ്റൊരു വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ മുള്ളുകൾ നിറഞ്ഞ കാട്ടുപാത തിരഞ്ഞെടുക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. ഏകദേശം 10 മൈലോളം ദൂരം, അതായത് 10 മൈലോളം കൂടുതൽ ദൂരം ദുർഘടമായിട്ടുള്ള കാട്ടിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ അവർക്ക് സ്വന്തം ഗ്രാമത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നുള്ളൂ. കൂട്ടത്തിൽ പരിക്കേറ്റവരെ കൂടി വഹിച്ചുകൊണ്ടുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ പകലും മുഴുവനും സഞ്ചരിച്ച് രാത്രിയോടെ മാത്രമാണ് അവർക്ക് വീട് പറ്റാനായിട്ട് സാധിച്ചത്. അവരെത്തിയത് കണ്ട് സ്ത്രീകൾ ഓടി വന്നു. കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും ബന്ധുക്കൾ ഉച്ചത്തിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ഇതിവിടെ വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഇവർ ചെറുപ്പം മുതൽ ഇത്തരം ദുരന്തങ്ങൾ അനുഭവിച്ച് വളർന്ന ആളുകളാണ്. അവസാനം അന്ന് രാത്രി റോബിനും യുദ്ധത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരും ക്ഷീണം കാരണം വളരെ വേഗം തന്നെ ഉറങ്ങിപ്പോയി. വെളുപ്പിനെ വലിയൊരു വെടിയൊച്ച കേട്ടിട്ടാണ് അവർ എഴുന്നേറ്റത്. ശത്രുക്കൾ ഗ്രാമം വളഞ്ഞിട്ടുണ്ട്. ഈ തലേ ദിവസത്തെ യുദ്ധം കാരണം മിയോവാരെയും കൂട്ടരും നല്ലതുപോലെ ക്ഷീണിതരാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ ചെറുത്തുനിൽപ്പുണ്ടാവില്ല എന്നും അവർ കരുതിയിട്ടുണ്ടാവണം. മിയോവാരെയും കൂട്ടരും ആദ്യമേ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും മറ്റ് അടിമകളെയും രഹസ്യ വഴിയിലൂടെ കാട്ടിലേക്ക് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി. ശേഷം ശത്രുക്കളോട് പൊരുതുവാനായിട്ട് അവർ ആരംഭിച്ചു. പക്ഷെ അതൊന്നും അധിക നേരമൊന്നും നീണ്ടു നിന്നില്ല. കാരണം ഈ റോബിന്റെയും മിയോവാരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ ഭൂരിഭാഗവും ക്ഷീണിതരും സാരമായ പരിക്കുകൾ പറ്റിയ ആൾക്കാരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ യുദ്ധം ചെയ്യാനൊന്നും പറ്റാതെ അല്ലെങ്കിൽ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇവരതിന് മെനക്കെടാതെ ആളുകൾ കാട്ടിന്റെ ഉള്ളിലേക്ക് പിന്തിരിയുകയാണ് ചെയ്തത്. മിയാവാര അവരുടെ ഗ്രാമത്തിൽ എന്താണോ ചെയ്തത് ശത്രുക്കൾ അത് തന്നെ അയാളുടെ ഗ്രാമത്തിലും ചെയ്തു. വീടാന്തരം കയറി സകലതും അവർ കൊള്ളയടിച്ചു. എന്നാൽ സ്ത്രീകൾ വിലപ്പെട്ടതെല്ലാം കൈക്കലാക്കിയാണ് കാട്ടിലേക്ക് ഓടിപ്പോയത്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായ മുതലുകളൊന്നും അവിടെ നിന്നും ലഭിച്ചില്ല. കുറച്ച് കിടാങ്ങളെ അല്ലാതെ തൊഴുത്തുകളിൽ കാലികളും ഉണ്ടായിരുന്നില്ല. ദേഷ്യം വന്ന് അവര് ഈ കുട്ടി പശുക്കളെ കിടാങ്ങളെല്ലാം വകവരുത്തി അവറ്റകൾക്ക് വെച്ചിരുന്ന തീറ്റയും മറ്റു സാധനങ്ങളൊക്കെ കൈക്കലാക്കിയിട്ട് അവർ സംതൃപ്തി അടഞ്ഞു. എന്നാൽ മിയവാരെ അടിമകളാക്കിയ അവരുടെ ആളുകളെ തേടി കാട്ടിലേക്ക് കയറി വരാനായിട്ട് അവർക്ക് ധൈര്യം ഉണ്ടായില്ല. പകരം പിന്നീട് തിരിച്ചു വന്നിട്ട് അവരെ കൈക്കലാക്കിക്കൊള്ളാം എന്ന ഭീഷണി കാടിന്റെ പുറത്ത് നിന്ന് ഉച്ചത്തിൽ വിളിച്ചുകൂടി. എന്നാൽ താമസിയാതെ തന്നെ നഷ്ടപ്പെട്ടു പോയ കാലുകളെ അവരുടെ പക്കൽ നിന്നും തങ്ങൾ ഉടൻ തന്നെ തിരികെ പിടിക്കുമെന്നും അടിമകളെ ധൈര്യം ഉണ്ടെങ്കിൽ തിരിച്ചു പിടിച്ച് കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുകയായിരുന്നു നമ്മുടെ മിയാവാരെയും കൂട്ടരും കാടിന്റെ ഉള്ളിൽ നിന്ന് ചെയ്തത്. എന്തായാലും ശത്രുക്കൾ അധികം വൈകാതെ തന്നെ മിയാവാരയെ പരാജയപ്പെടുത്തിയ സന്തോഷത്തിൽ തിരികെ പോവുകയും ചെയ്തു. എന്നാൽ നമ്മുടെ ഈ കിരീന്ദ്ര രാജാവ്, അയാളാണല്ലോ ഇവരുടെ എല്ലാം രാജാവ്, അയാൾ വിവരങ്ങളൊക്കെ അറിഞ്ഞു. അയാളുടെ 2 മക്കളും അയാളുടെ ബന്ധുവായിട്ടുള്ള മിയവാരും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഇരു കൂട്ടരുടെയും അരികിലേക്ക് അയാൾ ദൂതന്മാരെ അയക്കുകയും ചെയ്തു. ഒരു ഭാഗത്ത് മക്കളും മറുഭാഗത്ത് ബന്ധു കൂടിയായ മിയവാരയും ആയതുകൊണ്ട് തന്നെ യുദ്ധം നിർത്തേണ്ടത് കിരീന്ദ്രയുടെ ആവശ്യമായിരുന്നു. മിയവാര ഉടൻ തന്നെ രാജാവ് പറയുന്നതെല്ലാം അനുസരിക്കാനായിട്ട് താൻ തയ്യാറാണെന്നും പിടിച്ചെടുത്ത കാലികൾ തിരികെ തന്നാൽ, അത്രയും സെയിം നമ്പർ തിരികെ തന്നാൽ മറുഭാഗവുമായിട്ട് സമാധാനത്തിൽ പോകാനായിട്ട് സന്നദ്ധരാണെന്നും ഈ രാജാവിനെ അറിയിച്ചു. തങ്ങളുടെ സ്ത്രീകളെ തിരിച്ചു തന്നാൽ സന്ധിക്ക് ഒരുക്കമാണെന്ന് കിരീന്ദ്രന്റെ മക്കളും അറിയിച്ചു. എന്നാൽ പിടിച്ചെടുത്ത കാലികളിൽ 3/1 തങ്ങൾ വധിച്ചുവെന്നും അതുകൊണ്ട് കാലികളുടെ എണ്ണം കുറവായിരിക്കുമെന്നും ഈ മക്കൾ അറിയിച്ചു. അതുകൊണ്ട് തന്നെ കിരീന്ദ്രയ്ക്ക് വളരെ വേഗം ഇക്കാര്യത്തിൽ ഒരു സന്ധി ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. കാരണം മിയോവാരയ്ക്ക് തൻ്റെ കയ്യിൽ നിന്ന് എത്രത്തോളം കാലികളെ കൊണ്ടുപോയോ അത്രയും കാലികളെ തന്നെ തിരികെ തരണം. എങ്കിലേ ഈ മക്കളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത സ്ത്രീകളെ ഇയാൾ തിരികെ കൊടുക്കത്തുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഇടെ മറ്റാരും അറിയാതെ ഈ കിരീന്ദ്ര രാജാവ് വേറെ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഈ താൻ മുൻകൈ എടുക്കുന്ന സമാധാന ശ്രമങ്ങളൊന്നും എടുത്തുചാട്ടക്കാനും മുൻകോപിയായിട്ടുള്ള ഈ മിയോവാരുടെ അരികിൽ വിലപ്പോകില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ രഹസ്യമായിട്ട് മിയോവാരയ്ക്കെതിരെ പടനീക്കം ആരംഭിച്ചു. കാരണം ഒരു വശത്ത് ഇയാളുടെ മക്കളാണ്. ഈ മക്കൾ തോറ്റു കഴിഞ്ഞാൽ അപ്പൻ അതിൻ്റെ ക്ഷീണം ഉണ്ടാകും. അത് ആളുകളുടെ മുമ്പിൽ ഇയാൾക്ക് നാണക്കേടാണ്. അതുകൊണ്ടാണ് രഹസ്യമായിട്ട് ഇയാൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ മിയോവാരയ്ക്കെതിരെ പടനീക്കം ആരംഭിച്ചത്. തൻ്റെ മക്കളുടെ അഭിമാനം സംരക്ഷിക്കുവാനായിട്ട് അയാൾക്ക് വരെ മാർഗമില്ലായിരുന്നു. മിയോവാരയ്ക്ക് തലസ്ഥാനത്തുണ്ടായിരുന്ന ഒരു സുഹൃത്ത് മുഖേനയാണ് ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ടെന്ന് ഇയാൾ അറിഞ്ഞത്. ആ സുഹൃത്താവട്ടെ നേരം ഇരുട്ടിയ ശേഷം കിരീന്ദ്രന്റെ കൊട്ടാരത്തിൽ നിന്നും റോമിന്റെ ഗ്രാമത്തിലേക്ക് എത്തുകയും വിവരം അറിയിച്ച ശേഷം വെളുക്കുന്നതിന് മുമ്പ് മടങ്ങിപ്പോവുകയും ചെയ്തു. ഈ ഒരു സംഭവം കേട്ടതോടെ മിയാവാരോ ഇയാളുടെ ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. കാരണം കിരീന്ദ്രയ്ക്ക് വലിയ സൈന്യമുള്ളത്, അതിൻ്റെ മുന്നിൽ ഈ ലോക്കൽ പ്രഭുവായിട്ടുള്ള മിയോവാരയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇയാൾക്ക് വിശ്വാസമുണ്ടായിരുന്ന മെഫോണ്ടെ എന്ന് പറഞ്ഞ ഒരു ബന്ധുവിൻ്റെ അരികിലേക്കാണ് അയാൾ പലായനം ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. കിരീന്ദ്രയുടെ കീഴിലായിരുന്നെങ്കിലും അതിശക്തനായിട്ടുള്ള ഒരു സേനാനായകനായിരുന്നു മെഫോണ്ടെ. തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ശേഷം ബാക്കി വന്ന വളരെ കുറച്ച് സാധനങ്ങളും ആളുകളും ഒക്കെ ആയിട്ടാണ്
നമ്മുടെ മിയാവാരയും റോബിനും കൂട്ടരും അങ്ങനെ ഗ്രാമം ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഈ മൊഫൻഡയുടെ അടുത്തേക്ക് പോയത്. ഒരു പുതപ്പും കിഴങ്ങൾ പറിച്ചെടുക്കുവാനുള്ള ഒരു തൂമ്പയും മാത്രമായിരുന്നു റോബിൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഉച്ചയോടെ അവർ ഈ മെഫോണ്ടെ പ്രഭുവിൻ്റെ ആ ഒരു സേനാനായകനെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അദ്ദേഹം മിയാവാരയെ വളരെയധികം സ്നേഹത്തോടെ സ്വീകരിക്കുകയും സകലവിധ സുരക്ഷാ കാര്യങ്ങളുമൊക്കെ ഉറപ്പാക്കുകയൊക്കെ ചെയ്തു. അത് കൊടുക്കാമെന്നൊക്കെ ഇദ്ദേഹം പറയുകയും ചെയ്തു. അവരുടെ കൂട്ടത്തിലെ മൂപ്പന്മാർക്കും കുടുംബാംഗങ്ങൾക്കും താമസിക്കുവാൻ വേണ്ടിയിട്ട്, ഈ മിയാവാരുടെ കൂട്ടത്തിലെ വലിയ ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീടുകൾ ഇയാൾ കൊടുക്കുകയും ചെയ്തു. പക്ഷേ റോബിനും മറ്റ് അടിമകളും കുറച്ച് ദൂരെ മാറിയിട്ട് താൽക്കാലിക കുടിലുകൾ കെട്ടിയിട്ട് അവിടെയാണ് താമസമാക്കിയത്. റോബിൻ പക്ഷേ തീരെ ചെറിയ ഒരെണ്ണമാണ് നിർമ്മിച്ചത്. കാരണം ഇനി ഇതും എപ്പോഴാണ് ശത്രുക്കൾ വന്നിട്ട് കത്തിച്ച് കളയുന്നതെന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ 3 ദിവസങ്ങൾക്കകം കിരീന്ദ്രയും സൈന്യവും ഈ ഗ്രാമത്തിന് പുറത്ത് എത്തിച്ചേർന്നു. ഈ മൊഫോണ്ടയുടെ ഗ്രാമത്തിന് ചുറ്റും എത്തിച്ചേർന്നു. മിയോവാരെയും കൂടുതൽ റോബിൻ ഉൾപ്പെടെയുള്ള ആളുകളെയും വിട്ടുകിട്ടുവാൻ വേണ്ടിയിട്ട് അയാൾ ഈ മെഫോണ്ട പ്രഭുവിന് ആളയച്ചു. എന്നാൽ മെഫോണ്ട ആകട്ടെ തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. പ്രാണൻ രക്ഷിക്കുവാനായിട്ട് അരികിൽ വരുന്നവരെ താൻ കൈവിടില്ല എന്നും കിരീന്ദ്രയ്ക്ക് വേണമെങ്കിൽ വന്ന് ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകേണ്ടി വരുമെന്നും അയാൾ മറുപടി കൊടുത്തു. അതോടുകൂടി പിറ്റേ ദിവസം കിരീന്ദ്ര ആക്രമിക്കാൻ തന്നെ തയ്യാറായി. ഇത് അറിഞ്ഞതോടെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മൊഫോണ്ടയും മിയോവാരയും സജ്ജരാകുകയും ചെയ്തു. ആദ്യമായിട്ട് സ്ത്രീകളെയും കുട്ടികളെയും പതിവ് പോലെ തന്നെ അടുത്തുള്ള കാട്ടിലേക്ക് മാറ്റി. ഇത്തവണ എല്ലാവരുടെ കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് മാറ്റുന്നതിന് പകരം ചെറു സംഘങ്ങളായിട്ട് പല സ്ഥലങ്ങളിലേക്ക്, പല ഇടങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. റോബിൻ യജമാനത്തിയെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു കാട്ടിലാക്കിയ ശേഷം തിരികെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. രാത്രി ഒന്നും സംഭവിക്കില്ല എന്ന പ്രതീക്ഷയിൽ അന്നത്തെ രാത്രി കുറച്ച് കാളകളെ കൊന്ന് അവർ സുഭിക്ഷമായിട്ട് ആഹാരം കഴിച്ചു. കാരണം നാളെ ഒരു പക്ഷെ പൊരിഞ്ഞ യുദ്ധം തന്നെ നടന്നേക്കാം. പിറ്റേ ദിവസം അത് രാവിലെ തന്നെ ഇരു കൂട്ടരും യുദ്ധസന്നദ്ധരായി. ഓരോരുത്തരും അവരവരോട് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് നിലയുറപ്പിച്ചത്. റോബിന് നമ്മുടെ യജമാനനായിട്ടുള്ള മിയോവാരുടെ പുറകിലായിരുന്നു സ്ഥാനം. അദ്ദേഹത്തിന്റെ 2 തോക്കുകളിൽ ഒന്ന് അവനാണ് വഹിക്കേണ്ടത്. അതേസമയം അയാൾ 2ാമത്തെ തോക്ക് കൊണ്ട് വെടിയുതിർക്കുകയും ചെയ്യും. നേരം പൂർണ്ണമായിട്ടും വെളുത്തതോടെ ശത്രുക്കൾ വെടിവെപ്പ്, ഈ കിരീന്ദ്രയുടെ ആൾക്കാർ വെടിവെപ്പ് ആരംഭിച്ചു. അത് ഏതാണ്ട് 3/4 മണിക്കൂറോളം നീണ്ടു നിന്നു. കനത്ത പുകപടലം കാരണം റോബിന് മറുഭാഗം കാണാൻ പോലും കഴിഞ്ഞില്ല. അല്പം കഴിഞ്ഞതോടെ രംഗം ശാന്തമായി. സാവധാനം അന്തരീക്ഷം തെളിഞ്ഞു വന്നു. ഉടൻ തന്നെ മിയോവാരെയും കൂട്ടരും തിരിച്ചടിക്കാൻ തുടങ്ങി. പോരാട്ടം കുറേയേറെ നേരം നീണ്ടു നിന്നെങ്കിലും അധികം വൈകാതെ തന്നെ അവരും വെടിവെപ്പ് അവസാനിപ്പിച്ചു. അതോടുകൂടി ശത്രുക്കൾ കൂടുതൽ അരികിലേക്ക് നീങ്ങി വന്നു. ഉടനെ പരസ്പരം അതിശക്തമായ കുന്തമേറ് അങ്ങോട്ട് ആരംഭിച്ചു. തേനീച്ചകൾ കൂടിളകി വരുന്നത് പോലെ ഇരുപക്ഷത്തു നിന്നും കുന്തങ്ങൾ അന്തരീക്ഷത്തിലൂടെ ചീറിപ്പാഞ്ഞു. അതിലൊരെണ്ണം റോബിന്റെ ചുണ്ടിൽ തൊട്ടില്ല എന്ന മാട്ടിൽ കടന്നുപോയി. അത് അവനെ സാരമായിട്ട് മുറിവേൽപ്പിക്കുകയും ചെയ്തു. ഒന്ന് വിരണ്ടു പോയെങ്കിലും പെട്ടെന്ന് തന്നെ ധൈര്യം വീണ്ടെടുത്തിട്ട് അതേ കുന്തം വന്ന ദിക്കിലേക്ക് തന്നെ റോബിൻ തിരിച്ചറിഞ്ഞു. ഇതിനിടെ കാലുകൾ ഭ്രാന്തിളകിയിട്ട്, ഈ യുദ്ധമെല്ലാം കണ്ടിട്ട് കന്നുകാലികൾ ഭ്രാന്തിളകിയിട്ട് 4 വശവും പാഞ്ഞു തുടങ്ങി. അവയിൽ ചിലതിന് കുന്തമേറിൽ സാരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു. ഇതേ രീതിയിൽ ഏതാണ്ട് 4 മണിക്കൂറോളം യുദ്ധം നീണ്ടു നിന്നു. അതോടുകൂടി കിരീന്ദ്രയ്ക്ക് ഗ്രാമത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ് എന്ന് മനസ്സിലായി. ഈ യുദ്ധം ഇങ്ങനെ തുടർന്നു പോവുകയുള്ളൂ, ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കിരീന്ദ്രയ്ക്ക് മനസ്സിലായി. ഈ മൊഫേണ്ട ആള് ചില്ലറക്കാരനല്ല. സാവധാനം അയാൾ എന്ത് ചെയ്തു, തൻ്റെ ആളുകളെ ക്യാമ്പിലേക്ക് തിരികെ വിളിച്ചു. മിയോവാരെയും മൊഫണ്ടയും അവരെ പിന്തുടരാൻ വേണ്ടിയിട്ട് ഒരുമ്പെട്ടു. പക്ഷേ ഈ മൊഫണ്ട പ്രഭുവിൻ്റെ മകൻ അവരെ തടഞ്ഞു. കാരണം ഇതൊരു കെണിയാവാൻ സാധ്യതയുണ്ടെന്ന് അയാൾക്ക് സംശയമുണ്ടായിരുന്നു. അന്നത്തെ യുദ്ധത്തിൽ ഇരുഭാഗത്തും കനത്ത ആൾനാശമാണ് ഉണ്ടായത്. മുറിവേറ്റവരെ റോബിനും കൂട്ടരും ഗ്രാമത്തിന് പുറത്തെത്തിച്ചിട്ട് കാട്ടിൽ അവരവരുടെ ഭാര്യമാരുടെ അരികിൽ കൊണ്ടെത്തിച്ചു. മരിച്ചവരെ അവിടെ തന്നെ കുഴിച്ചിടുകയും ചെയ്തു. ശേഷം ശത്രുക്കളുടെ നീക്കം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1-2 ചാരന്മാരെ പുറത്തേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. കിരീന്ദ്രയും കൂട്ടരും കാളകളെ കൊന്ന് ആഹാരം തയ്യാറാക്കുന്ന തിരക്കിലാണ് എന്ന് ഈ പോയ ചാരന്മാർ തിരികെ വന്നിട്ട് മിയോവാരെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം മറ്റൊരു ആക്രമണം ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല എന്ന് മിയോവാരയ്ക്ക് മനസ്സിലായി. അതോടുകൂടിയിട്ട് അവരും എന്ത് ചെയ്തു, കാളകളൊക്കെ കൊന്നിട്ട് അവരും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു. പക്ഷേ ഇതിനിടെ അതിഭീകരമായിട്ടുള്ള ദാഹം കൊണ്ട് റോബിന്റെ നാക്ക് വെളിയിൽ ചാടി. ചില സമയങ്ങളിൽ വിശപ്പിനേക്കാളും ഭീകരമാണ് ദാഹം, പ്രത്യേകിച്ച് മണിക്കൂറുകൾ നീണ്ട യുദ്ധത്തിന് ശേഷം. ഭാഗ്യത്തിന് മിയോവാരോ റോബിനെയും വേറെ കുറച്ച് അടിമകളെയും നമ്മുടെ യജമാനത്തി കാട്ടിലാണല്ലോ, അവർക്ക് ഭക്ഷണം കൊണ്ട് എത്തിക്കുവാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് ഇവരെ പറഞ്ഞയച്ചു. പോകുന്ന വഴി അത്യാവശ്യം ദാഹം മാറ്റാനുള്ള ജലം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റോബിനും കൂട്ടർക്കും കിട്ടുകയും ചെയ്തു. യജമാനത്തിയെ രാത്രി കൊണ്ടാക്കിയ കാട് കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയെങ്കിലും റോബിൻ ഒരു വിധത്തിൽ അവിടെ എത്തിച്ചേർന്നു. അവൻ ചെന്നപ്പോഴേക്കും അവർ മൂട്ടിലിരുന്ന് കരയുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട വെടിവെച്ച അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പൊടുന്നനെ വെടിവെപ്പ് നിലച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗ്രാമം ഈ കിരീന്ദ്ര പിടിച്ചെടുത്ത് കാണുമെന്നും തൻ്റെ ഭർത്താവ് വധിക്കപ്പെട്ട് കാണുമെന്നും ഒക്കെയാണ് അവർ കരുതിയത്. എന്നാലും നമ്മുടെ റോബിൻ വരുന്നത് കണ്ടതോടെ കാര്യം മനസ്സിലാക്കുകയും കുഴപ്പമൊന്നും പറ്റിയില്ല എന്ന് കണ്ടതോടെ അവർക്ക് ആശ്വാസമാകുകയും ചെയ്തു. റോബിന് ഇലകളും മറ്റും വെട്ടിയെടുത്തിട്ട് അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു.
ബാക്കി ഉണ്ടായിരുന്നത് മറ്റ് സ്ത്രീകൾക്കും അടിമകൾക്കൊക്കെ ആയിട്ട് വീതം വെച്ച് കൊടുക്കുകയും ചെയ്തു. റോബിനോട് അന്നത്തെ രാത്രി യജമാനത്തിയുടെ കൂടെ അവിടെ തങ്ങാൻ വേണ്ടിയിട്ടാണ് മിയവാര കൽപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ കൂടെ വന്നിരുന്ന ആളുകളെ തിരികെ അയച്ചു. അവർ പോയി അധികം വൈകാതെ കുറച്ചേറെ പച്ച ഇറച്ചിയൊക്കെ ആയിട്ട് വീണ്ടും തിരികെ വന്നു. റോബിൻ രാത്രി തന്നെ അതൊക്കെ തീയിൽ ചുട്ടെടുത്തു. കാരണം പകല് ഈ പുക മുകളിലേക്ക് ഉയർന്നാൽ ശത്രുക്കൾക്ക് ഈ സ്ഥാനം പിടികിട്ടും. രാത്രിയിൽ തീ കത്തിച്ചാലും ഇടതൂർന്ന നിബിഡ വനത്തിൽ അത് പുറമേ നിന്നും കാണുവാനായിട്ട് സാധിക്കത്തുമില്ല. കൂടാതെ അവൻ ദൂരെ മാറി ഇടത്തു നിന്നും കുറച്ച് കിഴങ്ങുകൾ മാന്തി എടുത്തിട്ട് കൊണ്ടുവരികയും ചെയ്തു. ഇതൊക്കെ പകല് സ്ത്രീകൾ ചെയ്താൽ ശബ്ദം കേട്ടിട്ട് ശത്രുക്കൾ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. ശേഷം രാത്രി വട്ടം കൂടിയിരുന്നിട്ട് റോബിൻ അന്നത്തെ യുദ്ധം ഈ സ്ത്രീകൾക്ക് വിവരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ചുരുണ്ടുകൂടി കിടന്ന് നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചതോടെ അവർ ശബ്ദമുണ്ടാക്കാതെ പമ്മിയിരുന്നിട്ട് വെടിയൊച്ചകൾ കേൾക്കുന്നുണ്ടോ എന്ന് കാതോർത്തു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അല്പം കഴിഞ്ഞിട്ട് ഗ്രാമത്തിൽ നിന്നും 2 പേര് കുറെ കൂടി കാളയിറച്ചി അവർക്ക് എത്തിച്ചു കൊടുത്തു. ഈ ഒരു സമയത്തിനിടെ നമ്മുടെ ഈ കിരീന്ദ്ര മൊഫോണ്ടയ്ക്ക് ഒരു ഭീഷണി സന്ദേശം അയച്ചതായിട്ട് ഈ വന്ന ആളുകൾ പറഞ്ഞു. മിയോവാരെയും ആളുകളെയും രാജാവിന് കൈമാറിയില്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാകുന്നത് വരെയും ഇവര് ഈ കിരീന്ദ്രയും കൂട്ടരും പുറത്ത് ഉപരോധം ഏർപ്പെടുത്തുമെന്നായിരുന്നു ഭീഷണി. ആ ഗ്രാമത്തിലെ ജലസ്രോതസ്സുകളെല്ലാം ഇപ്പോൾ തന്നെ അവരുടെ പിടിയിലാണ് എന്നാണ് കിരീന്ദ്ര പറയുന്നത്. എന്നാൽ ഈ ഭീഷണി തള്ളിക്കൊണ്ട് മിയോവാരെയും മെഫോണ്ടയും കിരീന്ദ്രയ്ക്ക് മറ്റൊരു സന്ദേശം അയച്ചു. ഈ സന്ദേശം അയക്കാന്ന് പറയുന്നത് എഴുതി കൊടുക്കുകയല്ല. ഇവർക്ക് എഴുത്തും വായനയൊന്നും അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ഇവര് ആളുകളെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. തനിക്കും കൂട്ടർക്കും 3 മാസങ്ങളോളം കഴിയാനുള്ള കാളകളും സാധനങ്ങളും ശുദ്ധജലവും ഇപ്പോൾ തന്നെ ഈ ഗ്രാമത്തിലുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ കിരീന്ദ്രയുടെ വിരോധമൊന്നും വിലപ്പോകില്ല എന്നൊക്കെയായിരുന്നു നമ്മുടെ ഈ മെഫോണ്ടയും മിയവാരയും മറുപടി അയച്ചത്. മാത്രമല്ല രാജാവിനെയും സംഘത്തെയും ചേർത്ത് തോൽപ്പിക്കാനുള്ള കരുത്തും തനിക്കുണ്ടെന്ന് ഇവർ അവകാശപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ഈ മൊഫോണ്ട കിരീന്ദ്രയെ അറിയിച്ചത്. എന്തായാലും പോരാട്ടം ഇനിയും തുടരുമെന്ന് മനസ്സിലാക്കിയതോടെ എല്ലാവർക്കും നിരാശയായി. പകൽ സമയത്ത് ഈ ഒളിച്ചിരിക്കുന്ന കാട്ടിൽ വേറൊന്നും ചെയ്യാനില്ലായിരുന്നതുകൊണ്ട് തന്നെ റോബിൻ ഉൾക്കാടുകളിൽ ചെന്നിട്ട് വലിയ കിഴങ്ങുകൾ പറിക്കുവാനായിട്ട് തീരുമാനിച്ചു. യജമാനത്തെയും ഇതിനു വേണ്ടിയിട്ട് അവരുടെ കൂട്ടത്തിലുള്ള കുറച്ച് പെണ്ണുങ്ങളും ഇതിനു വേണ്ടിയിട്ട് ഈ റോബിന്റെ കൂടെ പോവുകയും ചെയ്തു. റോബിന് ഈ യജമാനത്തിന്റെ കൂടെ വന്ന പെണ്ണുങ്ങൾക്കെല്ലാം മൂർച്ചയുള്ള കമ്പുകൾ ചെത്തി മിനുക്കി എടുത്ത് കൊടുത്തു. ഇനി മണ്ണിൽ നിന്നും ഈ കിഴങ്ങുകൾ പൊക്കിയെടുക്കാനായിട്ട് എളുപ്പമാണല്ലോ. ഇങ്ങനെ 12ഓളം വരുന്ന സ്ത്രീകളുമൊക്കെ ആയിട്ട് കാട്ടിൽ അനേക ദിവസങ്ങൾ ഈ റോബിൻ ചെലവഴിച്ചു. മറ്റുള്ളവർക്ക് ആ ജീവിതം ഭീതിയും അരക്ഷിതാവസ്ഥയും ഒക്കെ നൽകിയെങ്കിലും നമ്മുടെ റോബിന് തികച്ചും സന്തോഷവാനായിരുന്നു. കാരണം മറ്റ് പണികളൊന്നും തന്നെയും ചെയ്യേണ്ടതില്ല. മാത്രവുമല്ല ഇറച്ചിയും മറ്റും മിയവാരോ യഥാസമയം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് സമയങ്ങളിലെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റോബിന് പരമസുഖമാണ്. എല്ലാ ദിവസവും രാവിലെ വെടിയൊച്ച കേൾക്കാനായിട്ട് ഇവർ കാതോർത്തിരിക്കും. പിന്നീട് ശബ്ദമുണ്ടാക്കാതെ കാട്ടിൽ ഒളിച്ചിരിക്കും. അങ്ങനെ പല ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ വെടിയൊച്ചകൾ ഒന്നും തന്നെ ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു അടിമ ഓടിക്കിതച്ചുകൊണ്ട് കാട്ടിൽ എത്തിച്ചേർന്നു. ഈ കിരീന്ദ്രൻ മടങ്ങിപ്പോയെന്നും വീട്ടിലേക്ക് തിരികെ പോരുവാൻ വേണ്ടിയിട്ട് മിയവാരെ കൽപ്പിച്ചുവെന്നായിരുന്നു അവനെ അറിയിച്ചത്. ഇത് കേട്ടതോടെ സ്ത്രീകൾ തുള്ളിച്ചാടി. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് കാട്ടിലെ അവസാന ഭക്ഷണവും കഴിച്ചു. ഈ സമയം സ്ത്രീകൾ പാട്ട് പാടിയിട്ട് തങ്ങളുടെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ശേഷം ഇവരെല്ലാം കൂടി നടന്ന് നമ്മുടെ മിയവായുടെ അരികിൽ ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഈ റോബിന്റെ യജമാനത്തെ എന്ത് ചെയ്തു? കീഴ്വഴക്കൊക്കെ അനുസരിച്ചിട്ട് മിയവായുടെ പാദങ്ങൾ നക്കി തുടച്ചിട്ട് ആദരവ് പ്രകടിപ്പിച്ചു. അപ്പോൾ അയാൾ മുന്നോട്ട് വന്നിട്ട് ഈ സ്ത്രീയുടെ മൂക്കിൽ തന്റെ മൂക്ക് ഉരസിക്കൊണ്ട് തനിക്കുണ്ടായ സന്തോഷം അവരോട് പങ്കുവച്ചു. കിരീന്ദ്ര യുദ്ധം നിർത്തി തിരിച്ചു പോകാനായിട്ട് മറ്റ് ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അയാളുമായിട്ട് കടുത്ത ശത്രുതയിലായിരുന്ന അയാളുടെ സഹോദരന്റെ പുത്രൻ മുന്നാൻ സാക്ക് ഈ കിരീന്ദ്ര തലസ്ഥാനത്തില്ലായിരുന്ന തക്കം നോക്കിയിട്ട് അയാളുടെ 600ഓളം കാലുകളെ തട്ടിക്കൊണ്ടങ്ങ് പോയി. അതായത് കിരീന്ദ്ര അവിടെ നിന്ന് മാറിയ സമയം നോക്കിയിട്ട് ഇയാളുടെ സഹോദരന്റെ പുത്രൻ അവിടെ വന്നിട്ട് ഇയാളുടെ കാലുകളെ കൊണ്ടങ്ങ് പോയി. കിരീന്ദ്രയുമായിട്ട് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്ത പ്രവൃത്തിയാണ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. കാരണം എല്ലാ യുദ്ധങ്ങളിലും കിരീന്ദ്രയുടെ സഹായികളായിട്ടുള്ള 2 പേരാണ് ഈ മിയവാരയും സഹോദരൻ സാംബോയും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മൊഫോണ്ട പ്രഭു. ഈ 3 പേരെയും ഇപ്പോൾ ഈ കിരീന്ദ്ര ശത്രുക്കളാക്കുകയും ചെയ്തു. ഇവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കിരീന്ദ്ര ഇപ്പോൾ ദുർബലനായി എന്ന് തന്നെ ഈ മുന്നാൻ സാക്ക് ഊഹിച്ചു. ഈ അവസരം അയാൾ മുതലെടുത്തു. അതാണ് സത്യം. കിരീന്ദ്ര എന്ത് ചെയ്തു? വളരെ വേഗം തന്നെ താൻ കാണിച്ചു കൂട്ടിയ അബദ്ധം തിരിച്ചറിഞ്ഞു. മിയവാരെയും മൊഫോണ്ടയും ഈ സാംബോയും ഒക്കെ ആവശ്യമില്ലാതെ പിണക്കിയത് മണ്ടത്തരായിപ്പോയി. ഇയാൾ എന്ത് ചെയ്തു? ഉടൻ തന്നെ ഒരു സന്ദേശം ഇവർക്ക് അയച്ചു. താൻ ചെയ്തു കൂട്ടിയതൊക്കെ നാടിന്റെ നന്മയ്ക്ക് മാത്രമാണെന്നും സമാധാനം കൈവരേണ്ടത് അത്യാവശ്യമാണെന്നും ഒരു ദൂതൻ മുഖാന്തരം അയാൾ ഇവരെ അറിയിച്ചു. തെറ്റ് പൂർണ്ണമായിട്ടും തന്റെ മക്കളുടെ ഭാഗത്ത് മാത്രമാണെന്നും അതുകൊണ്ട് കാര്യങ്ങൾ ഉടൻ തന്നെ പഴയ രീതിയിലേക്ക് എത്തിക്കണമെന്നൊക്കെയാണ് കിരീന്ദ്ര ഈ മിയവാരോടും മൊഫോണ്ടയോടും ഒക്കെ അപേക്ഷിച്ചത്. ഈ സന്ദേശം കിട്ടി 3-4 ദിവസങ്ങൾക്കകം റോബിനും കൂട്ടരും ഈ മെഫോണ്ട പ്രഭുവിന്റെ അരികിൽ നിന്നും സ്വന്തം ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം അവർ ഈ പ്രഭുവിനോട് ഈ മൊഫോണ്ടയോട് നന്ദി പറയുകയും ചെയ്തു. പക്ഷേ തിരിച്ച് ഗ്രാമത്തിൽ ചെന്ന അവർ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. അവരുടെ വീടുകൾ മുഴുവനും
കത്തി നശിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തോട്ടങ്ങൾ മുഴുവനും ഉഴുതു മറിച്ചതുപോലെ വികൃതമാക്കിപ്പെട്ടിരിക്കുകയാണ്. കാലികളിൽ ഒന്നുപോലും അവശേഷിക്കുന്നില്ല. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കാശൊക്കെയുള്ള അല്ലെങ്കിൽ കുറച്ച് കാലികൾ കൂടുതലുള്ള ആളുകൾ അവരെന്ത് ചെയ്ത് കുറച്ച് കന്നുകാലികൾ ബാക്കിയുണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അതിൽ ചിലത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാമെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആളുകൾക്കുണ്ടായ കൂടുതൽ വിഷമങ്ങൾ ഒഴിവായി എന്ന് തന്നെ പറയാം. തകർന്നുപോയ ഗ്രാമം ഇനി നന്നാക്കിയെടുക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അവർക്ക് പിടികിട്ടി. ഇനി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പുതിയ ഗ്രാമം നിർമ്മിക്കുന്നതാണ് നല്ലത്. അതിനായിട്ട് ഈ മേവാരയും കൂട്ടരും അടുത്തുള്ള സ്ഥലങ്ങളിൽ ഒന്ന് കറങ്ങി നോക്കി. അവസാനം നല്ലൊരു വനമേഖല ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ ഉള്ളിലെ ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ ഒരു ചെറുനായ പോലും അകത്തേക്ക് കടക്കുകയുമില്ല. ചുരുക്കത്തിൽ അത് നല്ലൊരു കോട്ടമതിലായിട്ട് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാവരും രാപകലില്ലാതെ അധ്വാനിച്ച് ആ ഭാഗത്തുണ്ടായിരുന്ന മരങ്ങൾ വെട്ടിനീക്കി. സ്ത്രീകൾ ആണുങ്ങൾ വെട്ടിയിടുന്നതൊക്കെ വലിച്ചു മാറ്റി അവരെ സഹായിച്ചു. വെട്ടിയെടുത്ത കമ്പുകൾ കൊണ്ട് അവർ വീണ്ടും ഒരു പുറം മതിൽ നിർമ്മിച്ചു. ശത്രുക്കളുടെ ഭയം കാരണം ഇത്തരം 3 വരികളാണ് ഇവർ നിർമ്മിച്ചത്. ഇപ്പോഴൊരു ചെറു ജീവിക്ക് പോലും ഇതിൻ്റെ ഉള്ളിലൂടെ നുഴഞ്ഞ് അകത്തേക്ക് കയറാനായിട്ട് സാധിക്കില്ല. കോട്ടയ്ക്ക് പുറത്തുള്ള സ്ഥലമാകട്ടെ നിറയെ മുള്ളുകളും മറ്റും നിറഞ്ഞ വരണ്ട ഭൂമിയാണ്. യുദ്ധമുണ്ടാകുന്ന സമയം പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പഴുത് മാത്രം നിർമ്മിച്ചു. ഒറ്റ നോട്ടത്തിൽ അത് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ഗ്രാമത്തിന് ഉള്ളിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വാതിൽ മാത്രമാണ് ഉണ്ടാക്കിയത്. അതാവട്ടെ തീരെ ഇടുങ്ങിയതുമായിരുന്നു. നല്ല ഘനമുള്ള വലിയ വാതിലുകളൊക്കെയാണ് അവരതിന് ഘടിപ്പിച്ചത്. ഇതിനുശേഷം എല്ലാവരും അവരവർക്കുള്ള കുടിലുകൾ നിർമ്മിക്കുവാൻ തുടങ്ങി. എന്നാൽ റൂബനെ പോലുള്ള അടിമകൾ ആദ്യം യജമാനന്റെ കുടിലാണ് നിർമ്മിക്കേണ്ടത്. അതിനായിട്ട് അവരെല്ലാം ഒത്തുകൂടി കഠിനമായിട്ടങ്ങ് പണിതു. ചിലർ കമ്പുകൾ വെട്ടി, മറ്റു ചിലർ പുല്ലുകൾ പറിച്ചെടുത്തു. റോബനും മറ്റ് 30ഓളം ആളുകളും 10-12 മൈലുകളോളം നടന്നുപോയിട്ട് ഒരു പ്രത്യേകതരം പനയുടെ കൂറ്റൻ ഇലകൾ ശേഖരിച്ചു. കുടിലിന്റെ മേൽക്കൂര പാകുവാനായിട്ടാണ് ഈ ഭീമൻ ഇലകൾ അവർ ഉപയോഗിക്കുന്നത്. ട്രാവലേഴ്സ് ട്രീ അല്ലെങ്കിൽ ട്രാവലേഴ്സ് പാം എന്ന പേരിൽ നമ്മുടെ നാട്ടിലും അറിയപ്പെടുന്ന ഒരു മരമാണ് ഇത്. ഇത് ശരിക്കും പനവർഗത്തിൽപ്പെടുന്ന ഒന്നല്ല. ഈ മരത്തിന്റെ തടിയുടെ ഇടയിലുള്ള വിടവുകളിൽ മഴവെള്ളം കെട്ടിക്കിടക്കാറുണ്ട്. ഇത് യാത്രികർക്ക് ഉപകരിക്കും. കൂടാതെ ഇതിന്റെ ഇലകൾ സാധാരണ കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് നിൽക്കുക. ഇത് ദിശ കണ്ടെത്താനായിട്ടും സഹായകരമാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇതിന് ട്രാവലേഴ്സ് ട്രീ എന്ന പേര് കൈവന്നത്. ഈ യജമാനൻ മിയാവാരുടെ കുടിലിന് വേണ്ടിയിട്ടുള്ള ഇലകൾക്ക് വേണ്ടിയിട്ട് റോമിന് 2-3 തവണ കാട്ടിലേക്ക് പോയി വരേണ്ടി വന്നു ഈ ഒരു ഇല കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എങ്കിലും ഇംഗ്ലണ്ടിലുള്ള ഏത് വീടിനേക്കാളും ബലമുള്ള വീടുകളാണ് താൻ നിർമ്മിച്ചത് എന്നൊക്കെയാണ് അവന് തോന്നിയത്. ശേഷം റോമിനും മറ്റ് അടിമകളും തന്താങ്ങളുടെ വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചു. ഈ നാട്ടിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തിട്ട് റോമിന് വലിയ ഗംഭീരമായിട്ടുള്ള കുടിലൊന്നും നിർമ്മിക്കാനായിട്ട് മെനക്കെട്ടില്ല. ഒരു യുദ്ധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ഇതൊക്കെ അതോടെ നിമിഷങ്ങൾക്കുള്ളിൽ ചാമ്പലാവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചെറിയൊരു കൂര മാത്രമാണ് ഈ റോബിൻ നിർമ്മിച്ചത്. അങ്ങനെ അവരവിടെ താമസമാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ കിരീന്ദ്രയുടെ ശത്രുവായിട്ടുള്ള മുന്നാൻ സാക്ക് പ്രഭു, മുമ്പ് കിരീന്ദ്ര ഇവരെ ആക്രമിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇയാളുടെ കന്നുകളിലും കൊണ്ട് കടന്നുപോയ ഇയാളുടെ സഹോദരപുത്രൻ മുന്നാൻ സാക്ക്, അയാൾ തൻ്റെ ദൂതനെയും കൂട്ടത്തിൽ 20ഓളം അനുചരന്മാരെയും നമ്മുടെ ഈ മിയാവാരുടെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, മിയാവാര ഇപ്പോൾ കിരീന്ദ്രയുടെ ശത്രുവാണ്. അയാളെ കൂടെ കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആൾക്കാരെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. മിയാവാര എന്ത് ചെയ്തു, ഈ വന്ന ദൂതനെയും കൂട്ടരെയും ആചാരപ്രകാരം തന്നെ മാന്യമായിട്ട് സ്വീകരിച്ചിരുത്തിയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത്, ഗ്രാമത്തിൻ്റെ പുറത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് അവർക്ക് 1-2 കുടിലൊക്കെ പണിതിട്ട് അവരെ അവിടെ അങ്ങ് താമസിപ്പിച്ചു. മുന്നാൻ സാക്ക് പ്രഭുവിൻ്റെ സന്ദേശം ചോദിച്ച് മനസ്സിലാക്കിയ അദ്ദേഹം അവിടെയുള്ള തൻ്റെ സ്വന്തം ആ ഗ്രാമത്തിലുള്ള ബാക്കിയുള്ള പ്രമാണിമാരെ അങ്ങോട്ടേക്ക് തൻ്റെ ഗ്രാമത്തിലേക്ക്, തൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് വിളിച്ചു വരുത്തി. താമസിയാതെ തന്നെ സകലരും മിയാവാരുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചേർന്നു. എന്നിട്ട് മിയാവാരോ അവരോട് പറഞ്ഞു, മുമ്പ് പല സമയങ്ങളിലും ആപത്ത് കാലത്ത് നമ്മുടെ മിത്രമായിരുന്ന ഈ മുന്നാൻ സാക്ക് പ്രഭു ഈ അവസരത്തിൽ നാം അദ്ദേഹത്തിൻ്റെ കൂടെ ചേരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം മുൻകാലങ്ങളിൽ നമുക്ക് ചെയ്തു തന്ന പല ഉപകാരങ്ങൾ അതൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കഴിഞ്ഞ യുദ്ധത്തിൽ നീതി പാലിക്കേണ്ടിരുന്ന രാജാവ് കിരീന്ദ്ര നമ്മളോട് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ അനുഭവിച്ചതാണ്. അയാൾ ബോധപൂർവം തന്റെ മക്കളുടെ ഭാഗത്താണ് നിലയുറപ്പിച്ചത്. മാത്രമല്ല നമുക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ രാജാവാകാനുള്ള നമ്മുടെ ഈ മുന്നാൻ സാക്ക് പ്രഭുവിൻ്റെ അവകാശം തീർത്തും ഉചിതമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തന്നെയുമല്ല, ഇനി ഒരു അവസരത്തിൽ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായാലും നമ്മെ സഹായിക്കുവാനും സംരക്ഷിക്കുവാനും അദ്ദേഹവും കൂട്ടരും തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഭാര്യമാരും കുട്ടികളും അടിമകളും കാലുകളും ഉണ്ട്. അതൊന്നും ഇനി നഷ്ടപ്പെടുത്തിക്കൂടാ. പക്ഷേ ഈ ഒരു അവസരത്തിൽ നാം ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനവും എൻ്റെയും കൂടി ആയിരിക്കും. ഇത് കേട്ടതോടെ ആളുകൾ വട്ടം കൂടിയിരുന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ചർച്ച ചെയ്തു. തങ്ങൾ ഇപ്പോഴകപ്പെട്ടിരിക്കുന്ന കൊടിയ വിപത്തിനെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല ധാരണയുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചാൽ മാത്രമേ ഇത് രക്ഷയുള്ളൂ എന്ന് കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടു. അവസാനം ഈ മുന്നാൻ സാക്ക് പ്രഭുവിൻ്റെ കൂടെ തന്നെ നിലയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അതാണ് നല്ലത് എന്ന തീരുമാനത്തിൽ ആളുകൾ എത്തിച്ചേർന്നു. അവരിൽ ഒരാൾ എല്ലാവരുടെയും പ്രതിനിധി എന്ന നിലയിൽ ഇക്കാര്യം ഈ മിയാവാരയെ അറിയിക്കുകയും ചെയ്തു.
ഇതൊക്കെ കണ്ടപ്പോഴേക്കും റോബിന് ഇംഗ്ലണ്ടിലെ പ്രതിനിധി സഭയും മറ്റുമൊക്കെയാണ് ഓർമ്മ വന്നത്. കുട്ടിക്കാലത്ത് പിതാവിന്റെ വാക്കുകളിലൂടെ ഇത്തരം പാർലമെന്റ് നടപടിക്രമങ്ങളൊക്കെ അവന് പരിചിതമായിരുന്നു. ഇംഗ്ലണ്ടും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഒരു കാലത്ത് മഡഗാസ്കർ പോലെ തന്നെ ആയിരുന്നിരിക്കണം. ഇതുപോലെ ആയിരുന്നിരിക്കും അക്കാലങ്ങളിൽ സഭ കൂടിയിരുന്നും കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. നാണയങ്ങളും എഴുത്തുകുത്തുകളും മറ്റും ഇല്ലാതിരുന്ന ആ യൂറോപ്പിനെ കുറിച്ചിട്ട് അവൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. അങ്ങനെ കാര്യങ്ങൾ സഭ കൂടി തീരുമാനിച്ചനുസരിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ മിയാവാരോ ഒരു സന്ദേശവാഹകനെ മുന്നാൻസാക്ക് പ്രഭുവിന്റെ പ്രതിനിധിയുടെ അരികിലേക്ക് അവർ ഈ ഗ്രാമത്തിന് പുറത്തൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യണല്ലോ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. തങ്ങൾ സഭ കൂടി അയാളോടെ ചേരുവാൻ തന്നെ തീരുമാനിച്ചു എന്നതായിരുന്നു മിയാവാരുടെ സന്ദേശത്തിന്റെ കാതല്. ആചാരമനുസരിച്ചിട്ട് മിയാവാരുടെ സന്ദേശവാഹകനും ഈ മുന്നാൻസാക്ക് പ്രഭുവിന്റെ പ്രതിനിധിയും ഒരുമിച്ച് കൂടിയിട്ട് ഒരു കാളയറുത്ത് അതിന്റെ കരള് പകുത്തെടുത്ത് ഭക്ഷിച്ചു. ഇവിടെ എന്ത് സംഭവിച്ചാലും കാളയ്ക്കാണ് കിടക്കപ്രതിയില്ലാത്തത്. എന്നിട്ട് ഈ സുഹൃത്ത് ബന്ധം ആദ്യം ആരാണോ തകർക്കുന്നത് അവൻ ശപിക്കപ്പെട്ടവനായിരിക്കും എന്നൊക്കെ ഇവർ ഉറക്കെ പ്രഖ്യാപിച്ചു. ശേഷം ബാക്കിയുള്ള മാംസം എല്ലാവരും ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു കരാറ് വന്നതോടെ ഇവർക്ക് കുറച്ച് ആശ്വാസമൊക്കെ ആയെങ്കിലും ധൃതി പിടിച്ചിട്ട് ഒരു ഗ്രാമം ഇപ്പോൾ നിർമ്മിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോഴാണ് മിയാവാരയ്ക്ക് മനസ്സിലായത്. കാരണം ഈ മുന്നാൻസാക്ക് പ്രഭുവിന്റെ അരികിൽ എവിടെയെങ്കിലും പോയി താമസിക്കുകയായിരുന്നു കൂടുതൽ നല്ലത്. ഈ മുന്നാൻസാക്ക് പ്രഭു താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കിരീന്ദ്ര രാജാവിന്റെ തലസ്ഥാനം ഫെന്നോ ആരവോ അതിന് 12 മൈൽ മാറി ഒരു സ്ഥലത്തായിരുന്നു. ഈ മുന്നാൻസാക്ക് പ്രഭുവിന് 3 സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാള് അദ്ദേഹത്തിന്റെ വീടിന്റെ അദ്ദേഹം താമസിക്കുന്ന ഗ്രാമത്തിന് തൊട്ടടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. രണ്ടാമത്തെ ആളായിട്ടുള്ള അയാളുടെ പേര് അഫ്രർ. അയാള് യോൺഗോർവോ എന്നു പേരുള്ള മലനിരകളിലാണ് താമസം അല്ലെങ്കിൽ അയാളുടെ താവളം ഉറപ്പിച്ചിരുന്നത്. ഈ അഫ്രർ പ്രഭുവിനെ ഒന്ന് ഓർത്തു വെക്കുക. ഇദ്ദേഹം റോമിന്റെ കഥയിൽ ഇനിയും കടന്നു വരുന്നുണ്ട്. ഇനി ഇളയവനായിട്ടുള്ള മിമാബോലോബോ ഈ റോബിനും കൂട്ടരും താമസിക്കുന്ന സ്ഥലത്ത് നിന്നും വെറും 5 മൈൽ കിഴക്ക് മാറിയാണ് ഉണ്ടായിരുന്നത്. അതായിരുന്നു അവർക്ക് ഇപ്പോഴുള്ള ആശ്വാസം. എങ്കിലും ഇപ്പോൾ നടത്തിയ ഈ കരാറ് മുന്നാൻസാക്കും നമ്മുടെ ഈ മിയാവാരയും തമ്മിൽ ഉണ്ടാക്കിയ ഈ കരാറ് പുറത്തറിയാതെ തന്നെ ഇവർക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതൊക്കെ കിരീന്ദ്രൻ അറിഞ്ഞാൽ അയാൾ വീണ്ടും ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടിയേക്കാം. റോബിൻ പറയുന്നത് ഈ ദ്വീപിൽ ഒരിക്കലും യുദ്ധം ഒഴിഞ്ഞുള്ള നേരം ഉണ്ടാവില്ല. ഒന്ന് അവസാനിച്ച് കഴിയുമ്പോഴേക്കും മറ്റൊന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ഇനി കുറച്ച് നാൾ പുതിയ ഗ്രാമത്തിൽ സ്വസ്ഥമായിട്ട് താമസിക്കാം എന്ന് കരുതിയപ്പോഴാണ് റോബിനും കൂട്ടരും അടുത്ത യുദ്ധത്തിലേക്ക് പൊടുന്നതിനെ പ്രവേശിക്കുന്നത്. മിയാവാരയും മുന്നാൻസാക്ക് പ്രഭുവും തമ്മിൽ കരാർ ഉണ്ടാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ മുന്നാൻസാക്ക് കിരീന്ദ്രന്റെ മക്കളിൽ ഒരുവന്റെ പട്ടണം ഒരു ഗ്രാമം ആക്രമിച്ചിട്ട് 300ഓളം കാലികളെയും അസഖ്യം സ്ത്രീകളെയും കുട്ടികളെയും തടവുകാരായിട്ട് പിടിച്ചുകൊണ്ടുപോയി. ഇത് കേട്ടതോടെ കലിമൂത്ത് കിരീന്ദ്രൻ എന്ത് ചെയ്തു? ഒരു വൻ സൈന്യം സംഘടിപ്പിച്ചിട്ട് ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട് ഒരുപ്പെട്ടു. കൂടുതൽ ആളുകളെ ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു? തൻ്റെ കൂടെ ചേരുവാൻ വേണ്ടിയിട്ട് പഴയ കൂട്ടാളിയും ബന്ധുവൊക്കെ ആയിട്ടുള്ള മിയാവാരയ്ക്ക് ആളയക്കുകയും ചെയ്തു. പുറമേ നിന്നുള്ള ഒരു ശത്രുവിനെ തുരത്തുവാൻ വേണ്ടിയിട്ട് മിയാവാര പഴയത് മറന്ന് കൂടെ നിൽക്കുമെന്നാണ് അയാൾ കണക്ക് കൂട്ടിയത്. മിയാവാര മുന്നാൻസാക്ക് പ്രഭുവുമായിട്ടുണ്ടാക്കിയ കരാറ് അയാളോട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും മിയാവാര കിരീന്ദ്രന്റെ അഭ്യർത്ഥന തള്ളിക്കളയുക തന്നെ ചെയ്തു. വലിയൊരു യുദ്ധത്തിന് ചാടി പുറപ്പെട്ടെങ്കിലും കിരീന്ദ്ര കഴിഞ്ഞ തവണ കാണിച്ചതുപോലെ തന്റെ തലസ്ഥാനമായിട്ടുള്ള ഫെന്നോ ആരവോ തീർത്തും ഉപേക്ഷിച്ചല്ല പോയത്. അത്യാവശ്യം പ്രതിരോധിക്കാൻ കേൾപ്പുള്ള ഒരു ചെറു സൈന്യം അയാൾ അവിടെ നിലനിർത്തിയിരുന്നു. മുന്നാൻസാക്കിന്റെ സഹോദരന്മാരായിട്ടുള്ള മിമേബോലോംബയെയും അഫ്രർ പ്രഭുവിനെയും ഭയപ്പെട്ടിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. നമ്മുടെ ഈ മിയാവാര അപ്പുറം ചാടിയ വിവരം ഈ കിരീന്ദ്ര ഒരിക്കലും അറിഞ്ഞില്ല, സംശയിച്ചില്ല എന്നതാണ് രസകരം. കിരീന്ദ്ര ഇങ്ങനെ ഈ മുന്നാൻസാക്കിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തന്റെ തലസ്ഥാനമായിട്ടുള്ള ഫെനോ ആരവയിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കി ആ ഒരു സമയം നോക്കിയിട്ട് തക്കം നോക്കിയിട്ട് മിയാവാരയും മിമോബോലോംബയും കൈകോർത്തു. ഈ മിമോബോലോംബെ ആരാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഈ മുന്നാൻസാക്ക് എന്ന് പറഞ്ഞ ഈ റിബൽ പ്രഭുവിന്റെ സഹോദരന്മാരിൽ ഒരാളാണ്. അയാളാണ് ഇപ്പോഴും നമ്മുടെ ഈ മിയാവാര താമസിക്കുന്ന ഗ്രാമത്തിന് അടുത്തുള്ള ആള്. അങ്ങനെ ഈ മിയോവാരുടെയും മിമോബോലോംബോയുടെയും ഈ പേരുകൾ പറഞ്ഞിട്ട് നാക്ക് ഉളുക്കി പോവുക. മിയോവാര, മിമോബോലോംബോ ഈ 2 പേരുടെയും സംയുക്ത സൈന്യം ഈ കിരീന്ദ്രയുടെ കീഴിലുണ്ടായിരുന്ന ഗ്രാമങ്ങളൊക്കെ കൈയടക്കിയിട്ട് തീയിട്ട് നശിപ്പിച്ചു. 200ഓളം കാലുകളും 50ഓളം അടിമകളും അങ്ങനെ റോമിന്റെയും കൂട്ടരുടെയും കൈവശം എത്തിച്ചേർന്നു. തിരികെ വരുന്ന വഴിയെ ഈ മുതലൊക്കെ എല്ലാവരും പങ്കിട്ടെടുക്കുകയും ചെയ്തു. കാര്യം മനസ്സിലായല്ലോ. ഈ കിരീന്ദ്ര ഈ മുന്നാൻസാക്കിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് നമ്മുടെ ഈ മിയോവാരയും ഈ മുന്നാൻസാക്കിന്റെ മറ്റൊരു സഹോദരനായിട്ടുള്ള മിമോബോലോംബയും കൈകോർത്തിട്ട് ഈ കിരീന്ദ്രയുടെ കീഴിലുള്ള ഗ്രാമങ്ങളൊക്കെ ആക്രമിച്ചിട്ട് ചുട്ടരിച്ചിട്ട് അവിടെയുള്ള സ്ത്രീകളെയും ബാക്കിയുള്ള ആളുകളെയും കന്നുകാലികളൊക്കെ ഇവർ കൈവശം വെക്കുകയാണ്, അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീതം വെച്ചു. ഇത്രയുമായ സ്ഥിതിക്ക് ഇനിയും ഒറ്റയ്ക്ക് മാറി താമസിക്കുന്നത് പന്തിയല്ല എന്ന് മിയോവാരയ്ക്ക് പിടികിട്ടി. കാരണം കിരീന്ദ്രയെ പ്രകോപിപ്പിക്കുന്നതിന്റെ മാക്സിമം ഇയാൾ ചെയ്തു കഴിഞ്ഞു. ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഈ മുന്നാൻസാക്കിന്റെ സഹോദരൻ മിമോബോലോംബ എന്ത് ചെയ്തു? ഈ മിയോവാരയും കൂട്ടരെയും ഇദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയും ചെയ്തു. തുടർച്ചയായിട്ടുള്ള യുദ്ധങ്ങൾ കാരണം ഒട്ടനവധി ആളുകൾ ഈ മിമോബോലോംബയുടെ ഗ്രാമത്തിൽ നിന്നും പലായനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വീടുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ആ വീടുകളാണ് ഈ മിമോബോലോംബോ നമ്മുടെ മിയോവാരയ്ക്കും കൂട്ടുകൾക്കും വാഗ്ദാനം ചെയ്തത്. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഒരു പുതിയ ഗ്രാമം സെറ്റ് ചെയ്ത് പണിതുയർത്തിയിട്ട് വെറും 2 ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും റോമിനും കൂട്ടർക്കും അത് ഉപേക്ഷിച്ചിട്ട്
ഈ മിമോ മോലംബയുടെ ഗ്രാമത്തിൽ ചെന്ന് താമസിക്കേണ്ടി വന്നു. കാട്ടുപന്നികളെ പോലെയാണ് ഈ ദ്വീപിലെ ജനങ്ങളുടെ ജീവിതം. കുറുക്കന്മാരെയും മറ്റും പേടിച്ചിട്ട് പന്നികൾ തങ്ങളുടെ മാളങ്ങൾ ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ദ്വീപിലെ ജനജീവിതവും. ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ സ്വന്തം ഗ്രാമമാണ് ആദ്യമേ തരിശാക്കുന്നത്. കാരണം ദൂരയാത്ര ചെയ്തു വരുന്ന ശത്രു സൈന്യത്തിന് ദാഹജലമോ മരച്ചീനി പോലുമോ ഈ ഗ്രാമത്തിൽ നിന്നും കിട്ടരുത്. എന്നിട്ട് ദൂരെ ഏതെങ്കിലും കാട്ടിൽ പോയിട്ട് ഇവരങ്ങ് ഒളിക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് യുദ്ധം എല്ലാം കഴിഞ്ഞിട്ട് സുരക്ഷിതമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ വീണ്ടും തിരികെ വരും. എന്നിട്ട് വീണ്ടും ആദ്യം മുതലേ പൂജ്യത്തിൽ നിന്ന് ഇവർ തുടങ്ങും. ഇതുപോലെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പല ഗ്രാമങ്ങൾ പല സഖ്യങ്ങളിലേക്ക് മാറും. ഓരോരുത്തരുടെ കൂടെ നിൽക്കും. അങ്ങനെ കൂടെ നിൽക്കുന്ന ഗ്രാമങ്ങൾ പിന്നീട് ഒരുമിച്ച് താമസിക്കാനായിട്ട് തുടങ്ങും. അതായത് ഒരു ഗ്രാമത്തിലെ ആളുകൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയിട്ട് അവരുടെ കൂടെ താമസിക്കും. എന്നിട്ട് ഒരുമിച്ചാണ് യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മിയോവാര ഇപ്പോൾ ഈ മിമോ മോലംബയുടെ കൂടുതൽ പോയി താമസിക്കുന്നത്. ഇങ്ങനെ താമസിക്കുന്നത് കൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട്. പരസ്പരം കാലികളെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാം. ഈ കാളയിറച്ചി അല്ലാതെ മറ്റൊന്നും ഇക്കാലങ്ങളിൽ ഭക്ഷണത്തിനായിട്ട് കിട്ടില്ല എന്നതാണ് മറ്റൊരു ദുരന്തം. കാരണം പെണ്ണുങ്ങൾ കാട്ടുകിഴങ്ങുകൾക്കോ മറ്റോ ആഹാര സാധനങ്ങൾക്കോ പുറത്തു പോയാൽ ശത്രു സൈന്യം അവരെ കണ്ടുപിടിക്കുകയും തടവുകാരാക്കുകയും ചെയ്യും. അതിനാൽ പുറത്തിറങ്ങാതെ പന്നികളെ പോലെ മാളത്തിനുള്ളിൽ അനേകകാലം കഴിയേണ്ടി വരും എന്നതാണ് ദുഃഖകരം. ഈ സമയത്തൊക്കെ മിയോവാരയുടെ ഔദ്യോഗിക ഇറച്ചി വെട്ടുകാരൻ നമ്മുടെ റോബിനായിരുന്നു. ഈ പണി നമ്മുടെ റോബിനും ലാഭകരമായിരുന്നു. കാരണം ഇതുപോലൊരു കാളയെ കൊന്നു കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു തൂക്ക ഇറച്ചി അവന് പ്രതിഫലമായിട്ട് കിട്ടുമായിരുന്നു. അതിനാൽ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഇറച്ചി മാംസം മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്നും കിഴങ്ങുകളും മറ്റും കൈക്കലാക്കാനായിട്ട് റോബിന് സാധിച്ചു. ഇതിനിടെ മിയോവാരയും മിമോ മോലംബയും നടത്തിയ ആക്രമണങ്ങൾ നമ്മുടെ കിരീന്ദ്രയെ കാര്യമായിട്ട് ചൊടിപ്പിച്ചു. മുന്നാൻ സാക്കിനോട് നേരിട്ട് പടപൊരുതി ജയിക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ മിയോവാരയുടെയും മിമോ മോലംബയുടെയും നേർക്ക് തിരിക്കും. പക്ഷെ കിരീന്ദ്രയുടെ പക്ഷത്തുള്ള ഒരു സുഹൃത്ത് വഴി കാര്യങ്ങൾ നേരത്തെ തന്നെ ഗ്രഹിച്ച മിയോവാരോ ഈ മിമോ മോലംബയായിട്ട് ആലോചിച്ചിട്ട് വേറെ ചില നീക്കങ്ങൾ നടത്തി. ഇവിടെ ഇനിയൊരു യുദ്ധം ഉണ്ടായാൽ ഇവരുടെ കയ്യിൽ ബാക്കിയുള്ള കാലുകളെ കൂടി നഷ്ടപ്പെട്ടേക്കാമെന്ന് അവർക്ക് പിടികിട്ടി. അങ്ങനെ ഇപ്പോഴും തന്റെ കൈവശം ഉണ്ടായിരുന്ന കുറച്ച് കാലുകൾ, 100ൽ താഴെ വരുന്ന കുറച്ച് കാലുകൾ, അതിനി മിച്ചമുള്ളൂ. അത്രയും കന്നുകാലികളെ ഇദ്ദേഹം സഖ്യം കൂടിയിരിക്കുന്ന ഈ 3 സഹോദരന്മാർ, അതിൽ ഏറ്റവും മൂത്ത ആളായിട്ടുള്ള മുന്നാൻ സാക്ക് പ്രഭുവിന്റെ താവളത്തിലേക്ക് അയക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മിയോവാര തീരുമാനിച്ചു. ഇത് കേട്ട മറ്റു ചില പ്രമാണിമാരും തങ്ങളുടെ കാലുകളിൽ കുറച്ചെണ്ണത്തെ ഈ കൂട്ടത്തിൽ അയക്കുവാനായിട്ട് സന്നദ്ധരായി. അതായത് ഇപ്പോൾ നമ്മുടെ മിയോവാര ഇരിക്കുന്ന സ്ഥലം ഈ മിമോ മോലംബയുടെ ക്യാമ്പാണ്. ആ ക്യാമ്പിൽ നിന്ന് കുറച്ചേറെ കന്നുകാലികളെയും കൊണ്ടിട്ട് കുറച്ചുകൂടെ മാറിയുള്ള നമ്മുടെ ഈ മുമ്പ് പറഞ്ഞ മുന്നാൻ സാക്ക് പ്രഭു എന്ന് പറഞ്ഞ ആളുടെ ക്യാമ്പിലേക്ക് ഈ കന്നുകാലികളെ ഇവർ മാറ്റാനായിട്ട് പോവുകയാണ്. ഈ വിവരം അറിഞ്ഞതോടെ റോബിന് ആരുടെയും കണ്ണിൽപ്പെടാതെ ഒളിച്ചു നടക്കുവാൻ തുടങ്ങി. കാരണം ഈ പണി അവൻ്റെ തന്നെ ചുമലിൽ വന്ന് വീഴുമെന്ന് റോബിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. മറ്റുള്ള ആളുകൾ ഈ ഒരു ദുർഘട ഘട്ടത്തിൽ തങ്ങളുടെ അടിമകളെ ഇത്രയും ദൂരം പറഞ്ഞേക്കില്ല. കാലുകൾ കൂടുതലുള്ള മിയോവാര തന്നെ ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ ആയാൽ റോബിനെ അല്ലാതെ മറ്റാരെയും അദ്ദേഹം വിശ്വസിച്ച് ഈ പണി ഏൽപ്പിക്കുകയുമില്ല. വിചാരിച്ചതുപോലെ തന്നെ മിയോവാര റോബിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ഏൽപ്പിച്ചു. ആയുധധാരികളായിട്ടുള്ള 6 ആളുകളെ റോബിൻ്റെയും കാലുകളുടെയും സുരക്ഷയ്ക്കായിട്ട് കൂടെ അയക്കുവാനും തീരുമാനമായി. സാധാരണ ആളുകൾ പോകുന്ന വഴികൾ റോബിന് ഇപ്രാവശ്യം തിരഞ്ഞെടുത്തില്ല. പ്രതികാരദാഹികളായിട്ടുള്ള ശത്രുക്കൾ വഴിയിലുടനീളം കണ്ടേക്കാം. എങ്കിലും 2 ദിവസങ്ങളിലെ കഠിന യാത്രയ്ക്ക് ശേഷം അവർ യോങ്കോർവോ മലകളിലുള്ള മുന്നാൻ സാക്കിന്റെ സഹോദരൻ അഫ്രർ പ്രഭുവിന്റെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെ 2 ദിവസം അവർ കഴിച്ചുകൂട്ടി. 3-ാം ദിവസം രാവിലെ എന്തോ പൊട്ടിത്തെറിക്കുന്നത് പോലുള്ള ഭയാനകമായ ശബ്ദം കേട്ടിട്ടാണ് റോബിൻ ഉണർന്നത്. ശത്രുക്കളുടെ ആക്രമണമാവാം. ഉടൻ തന്നെ അവിടെയുള്ള ആളുകൾ ഓടിക്കൂടിയിട്ട് ആ കുന്നിലേക്കുള്ള ഏക പ്രവേശന കവാടം അടയ്ക്കുവാനായിട്ട് ഒരുമ്പെട്ടു. പക്ഷേ ഉടൻ തന്നെ 2 ദൂതന്മാർ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അഫ്രർ പ്രഭുവിന്റെ സഹോദരൻ മുന്നാൻ സാഗ് പ്രഭു, അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ 3 സഹോദരന്മാരിൽ ഏറ്റവും മൂത്തയാൾ അടിവാരത്തിൽ എത്തിയിട്ടുണ്ട് എന്നും ഇങ്ങോട്ടേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുമാണ് അവർ അറിയിച്ചത്. അതോടുകൂടിയിട്ട് റോബിനും കൂട്ടർക്കും ഉണ്ടായിരുന്ന ഭയം ആഹ്ലാദത്തിന് വഴിമാറി. ഇവരെങ്ങോട്ടേക്കാണോ പോകാൻ ഉദ്ദേശിച്ചത് ആ മനുഷ്യൻ, ആ പ്രഭു തന്നെയാണ്, മുന്നാൻ സാക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള നമ്മുടെ റോബിൻ ഇപ്പോഴുള്ള അഫ്രർ പ്രഭുവിന്റെ അരികിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ തെക്കൻ മഡഗാസ്കറിലെ റോബിന്റെ സാഹസിക ജീവിതം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് തുടരുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ചിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ജൂലൈ 27 വരെയാണ് നിങ്ങൾക്ക് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരിക്കുക. ഇനി 4 ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ലിങ്ക് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.